Shalom, Narina Francis, Jerusalemil ninnum. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഷബാത്ത് ഒരുക്ക ദിവസമാണ്. അപ്പോൾ എനിക്ക് ഷബാത്തിന് മുമ്പേ തന്നെ വീട്ടിലേക്ക് ഡ്യൂട്ടിയുടെ ആവശ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജോലിയല്ല, ജോലി എന്ന് പറയാൻ പറ്റില്ല, അതിനെ സർവീസ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഷബാത്ത് ദിവസത്തിലും ഞാനത് ചെയ്യുന്നത്. കാരണം ഷബാത്ത് ദിവസത്തിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഷബാത്ത് ദിവസത്തിൽ. പക്ഷേ നഴ്സിംഗ് നമുക്ക് കെയർ കൊടുക്കാൻ പറ്റും ഷബാത്ത് ദിവസത്തിൽ. അത് സർവീസാണ്. അതായത് ദൈവവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു കാളയോ കഴുതിയോ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ രക്ഷിക്കില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഒരാളുടെ ജീവന്റെ സംരക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്. നഴ്സിംഗ് കെയറിന് ഇതിൽ നിന്നും ഒഴിവുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞാൻ തിരക്കുകളെല്ലാം രാവിലെ തന്നെ എൻ്റെ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്തു, എല്ലാം റെഡിയാക്കി. ഞാനിങ്ങനെ പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് വാർത്ത ഒന്ന് കേട്ടു. അപ്പം വാർത്ത കേൾക്കുന്ന സമയത്ത് ഞാൻ കേട്ട കാര്യം എന്ന് പറയുന്നത്, ദ ന്യൂയോർക്ക് ടൈംസ് ഇന്നൊരു ഡോക്യുമെന്ററി പുറത്തു വിട്ടിരുന്നു. ആ ന്യൂയോർക്ക് ടൈംസ് ഡോക്യുമെന്ററി പുറത്തു വിട്ടപ്പോൾ അതിനകത്ത് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ എപ്രകാരമാണ് ഇസ്രായേലിൽ കൊല നടത്തിയത്, അതായത് എപ്രകാരമാണ് ഇസ്രായേലിലെ സ്ത്രീകളെ ഇവർ ബലാത്സംഗത്തിന് ഇരയാക്കിയത്, എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഡോക്യുമെന്ററി ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. കാരണം ദൃക്സാക്ഷികളായ പലരും ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് പറയുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒക്ടോബർ 8-ാം തീയതി ഒരു സ്ത്രീ പുറത്തിറങ്ങി വീഡിയോ ചിത്രമെടുക്കുകയാണ്. അതായത് ഒക്ടോബർ 7-ന് ഇത് നടക്കുകയും ഒക്ടോബർ 8-ന് അവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് ചിലര് പോകുന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീ ഷൂട്ട് ചെയ്ത് പോകുന്ന സമയത്ത് പറയാൻ തന്നെ വിഷമം തോന്നുകയാണ്. ആ വാക്കുകളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് ആ സ്ത്രീ അതിനകത്ത് പകർത്തിയ ചിത്രത്തിനകത്ത് ഒരു പെങ്കൊച്ച്, ഒരു കറുത്ത വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അവൾ കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് മുഖം. അവളുടെ കൈ കൊണ്ട് കണ്ണിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അവളുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറിയിട്ടിരിക്കുകയാണ്. അവളെ നഗ്നയാക്കി, അതായത് ബാക്ക് സൈഡിൽ മാത്രം ഡ്രസ്സ് കിടപ്പുണ്ട്, ഫ്രണ്ടിലുള്ളതെല്ലാം ഇങ്ങനെ വലിച്ചു കീറിയിട്ടിരിക്കുകയാണ് അവളുടെ വസ്ത്രമൊക്കെ. എന്നിട്ട് അവളുടെ കാലുകൾ രണ്ടും വിരിച്ചു വെച്ചിട്ട് അവളെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയതിനു ശേഷം അവളുടെ കഴുത്തിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു വിട്ടിരിക്കുകയാണ്. അവളുടെ മുഖം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് പെട്രോൾ ഒഴിച്ച് അവളെ കത്തിച്ചു വിട്ടു. എന്നിട്ട് അവളുടെ യോനി ഭാഗം പിളർത്തി വെച്ച്, അതായത് ക്രൂര ബലാത്സംഗം ചെയ്തത് മാത്രമല്ല, അത് വലിച്ച് കീറി പിളർത്തി വെച്ചിരിക്കുന്നു. ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായ വീഡിയോ ആണ്. അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കാരണമാണ് ആ വീഡിയോ ഇപ്പം പുറത്തേക്ക് പോകാത്തത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ടിക്ടോക്ക് വഴിയൊക്കെയാണ് ഏറ്റവും കൂടുതലും ആ വീഡിയോ എന്ത് ചെയ്തത്, പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോയത് തന്നെ ആ വീഡിയോ. അത് പിന്നീട് ബാൻ ചെയ്യുകയാണ് ചെയ്തത്. ആ വീഡിയോ ഒരു സ്ത്രീയുടെ സംരക്ഷണത്തെ ഓർത്തും അത് സെക്ഷലുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അത് പുറത്ത് വിടാതിരുന്നത്. അപ്രകാരം മൃഗീയമായിട്ട്, അയ്യോ, അതിനെ എങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയില്ല പ്രിയ സഹോദരങ്ങളെ. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക്, ആ ഡോക്യുമെന്ററി വായിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രത്തോളം ഭീതി ഉളവാകുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അതായത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. ഇതൊരു മനുഷ്യനായിരുന്നു കൊണ്ട്, അതായത് കാട്ടാളന്മാര്, മൃഗങ്ങൾ ഇറങ്ങി നിന്ന് ചെയ്താൽ പോലും ഇങ്ങനെ ചെയ്യില്ല എന്ന് വേണം പറയുവാനായിട്ട്. അതിനേക്കാളും സൈക്കോത്തരം നിറഞ്ഞ ഒരു മൃഗീയ ക്രൂരതയാണ് അവിടെ വെളിപ്പെട്ടതെന്ന് വേണം പറയുവാനായിട്ട്. ഒരു സ്ത്രീയെ, ഒരു കുറ്റവും ചെയ്യാത്തവളെ, അതായത് അവൾ പോയിട്ട് ആരെയും പോയി ചൊറിയാനോ അല്ലെങ്കിൽ അവൾ പോയി ആരെയും ദ്രോഹിക്കാനോ ഒന്നും ചെയ്യാത്തൊരു സ്ത്രീയെ നടു റോട്ടിൽ തളാഹു കുക്കുംബറെന്ന് വിളിച്ചുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ കയറി ഇറങ്ങി അവളെ പിളർത്തി വെച്ച് അവളെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് മാത്രമല്ല പ്രിയ സഹോദരങ്ങളെ ചെയ്തത്. ഒരു സ്ത്രീയായിരുന്നു കൊണ്ട് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ കോരി പെരിക്കുകയാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ യോനിയെ പിളർത്തി അങ്ങ് വെച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇവന്മാർ അത്രത്തോളം, ഇവന്മാർ എന്താ അതിനകത്ത് കുത്തിക്കയറ്റിയ കമ്പാണോ എന്താണോ എന്താണോ അവന്മാർ ചെയ്തു വെച്ചെന്നറിയില്ല, അത് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുകയാണ്. അതാണ് വീഡിയോ ചിത്രമായിട്ട് പ്രചരിച്ചത്.
അത് ആ സ്ത്രീയുടെ മുഖം കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞു പോയി. ആ സ്ത്രീയുടെ മുഖം അത്രയും കത്തിച്ചു വിട്ടു കളഞ്ഞു. അത് അങ്ങനെ ബലാത്സംഗത്തിന് കുറെ പേര് ഒരു ഇരയായി. വേറൊരു കുറെ പേര് ബലാത്സംഗത്തിന് ഇരയായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം അവരുടെ ജീവൻ ഇഞ്ചിഞ്ചായി ഇറ്റുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു കുറെ സ്ത്രീകള്. ഇങ്ങനെ ഇത് ചെകുത്താന്മാർക്കല്ലാതെ ആർക്ക് ചെയ്യാൻ പറ്റും? ആർക്ക് ചെയ്യാൻ പറ്റും? ഒരു ദ്രോഹവും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത സാധാരണക്കാരനായ ഒരു യഹൂദനായി ജനിച്ചു പോയതിന്റെ പേരില് ഇത്രമാത്രം മൃഗീയമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ പ്രിയ സഹോദരങ്ങളെ? ഒരിക്കലും പറ്റില്ല. സാത്താൻ കുടിയേറിയ വഞ്ചകന്മാരും കാബാലന്മാർക്കും മാത്രമേ ഇത് പറ്റത്തുള്ളൂ പ്രിയ സഹോദരങ്ങളെ. എനിക്ക് ഇത്രയും കാലത്തെയും അല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് ഇത്രത്തോളം ഈ വൃത്തികെട്ട സമൂഹത്തോട് വൈരാഗ്യവും ഇതൊക്കെ തോന്നാൻ കാരണം എന്താണെന്നറിയാമോ? വേറൊന്നും കൊണ്ടല്ല. ഈ കാബാലന്മാർ ഇപ്രകാരം മൃഗീയതയും വൃത്തികേടുകളും കാണിച്ചിട്ട് പോയിട്ട് ഈ കാബാലന്മാർ നടത്തിയ നരഹത്യയെല്ലാം കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഒന്നും മനസ്സിലാക്കാതെ, മനസ്സിലാക്കിയിട്ട് പോലും അവന്മാരിങ്ങനെയാണ് ചെയ്തത്. ക്രൂര പീഡനത്തിന് കുഞ്ഞുങ്ങളെ ഇരയാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഒരു പിഞ്ചു കുഞ്ഞിന്റെ അതിന്റെയൊക്കെ വീഡിയോകൾ വൈറലായിട്ട് അത് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തതാണ്. ആ വീഡിയോകളൊന്നും നമുക്ക് പുറത്തിടാൻ പറ്റത്തില്ല. അതിന്റെ ഡോക്യുമെന്ററി ഒന്നും പുറത്തുവിടാൻ പറ്റാത്ത വിധത്തിലാക്കിയിരിക്കുകയാണ്. കേവലം ഒരു പിഞ്ചു കുഞ്ഞ്, എന്റെ വീട്ടിലെ CCTV ക്യാമറകളിൽ അത് പതിഞ്ഞത്. ഒരു പിഞ്ചു കുഞ്ഞിനെ കട്ടലിൽ കിടക്കുകയാണ്. 1 വയസ്സ് പോലും പ്രായമില്ലാത്ത കുഞ്ഞിനെ കയറി ബലാത്സംഗം ചെയ്യുമ്പോൾ അതിന്റെ കരച്ചിലും നിലവിളിയും എന്ന് പറയുന്നത് സാധാരണ കരച്ചിലും നിലവിളിയുമല്ല. കുഞ്ഞിന്റെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. അത് എങ്ങനെയാണ് കരയുന്നതെന്ന് പറഞ്ഞിട്ട് അതിന്റെ വായ് പൊത്തി വെച്ചിട്ട് അവൻ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വായ് പൊത്തി അതിന്റെ കഴുത്തോർത്ത് കൊന്നിരിക്കുന്നു. ഓവനിൽ കൊണ്ടുപോയി ബേക്ക് ചെയ്തിരിക്കുന്നു കുഞ്ഞുങ്ങളെ ഇവന്മാര് എടുത്തോണ്ട് പോയിട്ട്. ഒരു സ്ത്രീയെ ഗർഭിണിയായിരുന്നവളെ ബലാത്സംഗത്തിനും ഇരയാക്കി അവളെ കഴുത്തോർത്തും കൊന്നിട്ട് ആ വയർ കീറി പൊളിച്ചിട്ട് ആ കുഞ്ഞിനെ പുറത്തെടുത്തത് കൊണ്ട് ഓവനിൽ കൊണ്ട് ബേക്ക് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നടന്നതാണ് പ്രിയ സഹോദരങ്ങളെ. ഒക്ടോബർ മാസം 7-ാം തീയതി നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഓരോരുത്തരും ആ അവസ്ഥകളിൽ നിന്നും പുറത്തു വരാൻ തന്നെ മനുഷ്യർ പാടുപെടുകയാണ്. ആ കാഴ്ചകളിൽ നിന്നുമൊക്കെ കരകയറാൻ തന്നെ ഇസ്രായേൽ ജനം പാടുപെടുകയാണ്. ഇങ്ങനെയും ഒരു നരാധമന്മാർ നരവേറെ നായാട്ട് നടത്തിക്കൊണ്ട് പോകുമോ? തള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന ഒരു കാമദേവന് വേണ്ടിയിട്ട് സ്വർഗത്തിൽ 72 ഹൂറിമാരെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ 72 ഹൂറിമാരോട് പോയി നേരത്തെ പോയി പ്രാപിക്കാനും വേണ്ടി കിടന്നു കൊടുക്കാനും വേണ്ടിയിട്ട് ഇവന്മാരുടെ കാമസുഖങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഭൂമിയിൽ ഒരു തെറ്റും ചെയ്യാതെ വയറ്റിൽ പോലും കിടന്നുറങ്ങുന്ന പിഞ്ചു കുഞ്ഞിനെ പോലും ഒരു തെറ്റും ചെയ്യാത്തതിന് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന്മാരുടെ ഏറ്റവും കാഠിന്യമേറിയ മനസ്സ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ സത്യം പറഞ്ഞ ഫുഡ് ഉണ്ടാക്കിയിട്ട് കുളിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ഈ ന്യൂസ് ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഡ്രസ്സ് പോലും മാറില്ല. ഞാൻ രാത്രി ഇട്ട് കിടന്ന് ഉറങ്ങിയ പൈജാമ ഇട്ടിരിക്കുന്നത് പോലും. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഇതൊന്ന് വാർത്ത കേൾക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മരവിച്ചിരുന്നു പോയി ഈ ഡോക്യുമെന്ററി വായിച്ചിട്ട്. എത്രയെത്ര വീഡിയോകളാണ് ഇസ്രായേൽ പുറത്തുവിട്ടേന്നറിയാമോ? എത്രയെത്ര വീഡിയോകൾ പുറത്തു പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ അമേരിക്ക വലുതായിട്ട് പുഷ് ചെയ്യാൻ നിൽക്കാത്തത് ഇസ്രായേലിനെ? കാരണം അവരുടെ കണ്ണുകൾക്ക് അത് കാഴ്ചകൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് കണ്ട കാഴ്ചകളെല്ലാം എന്ന് പറയുന്നത്. അത്രത്തോളം മൃഗീയത കാട്ടിക്കൊണ്ടുപോയവന്മാരാ. എന്നിട്ടാണ് ഈ മൃഗീയ പിശാചുക്കളെ നാട്ടിൽ മുഴുവനും എന്ത് ചെയ്യുന്നത്? പ്രോത്സാഹിപ്പിച്ചും നാട്ടിൽ മുഴുവനും ഹമാസ് പോരാളികളെന്നും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും സമസ്തയും എല്ലാം വൃത്തികെട്ട ജന്മങ്ങളെല്ലാം മാറിയും തിരിഞ്ഞും ഈ പോരാളികൾക്ക് വേണ്ടി തെരുവിലിറങ്ങി ജാഥ മുഴക്കിക്കൊണ്ട് നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാ? മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട്. ഇവന്മാർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം കിട്ടിയാൽ മതി. ഈ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാവം ജനങ്ങളെ കുരുതിക്ക് കൊടുക്കണോ? എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇന്നത്തെ ദിവസം എനിക്ക് പോയി കിട്ടിയെന്ന് വേണം പറയാൻ. ഞാൻ ഇതെല്ലാം കുറെ ദിവസങ്ങൾ കേൾക്കാതെയൊക്കെ ഇരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് ജസ്റ്റ് ഇത് കേട്ടപ്പോഴത്തേക്കും എന്റെ ഹൃദയം പെടഞ്ഞുപോയി. ഇതല്ലേ ഈ ലോകത്ത് നടക്കുന്നത്? എന്നിട്ടും ഈ വൃത്തികെട്ടവന്മാർക്ക് ഇന്നും കുഴലൂതി കൊടുക്കുകയും ഇന്നും ഈ വൃത്തികെട്ടവന്മാരെ തലയിൽ തൂക്കി വെച്ച് നടക്കുകയും ഇവന്മാരെ പോരാളികളെന്ന് പറയുകയും ഈ പോരാളികൾക്ക് വേണ്ടിയിട്ട് ഇന്നും കൊടി പിടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം ഒരു വോട്ടാണ്.
ഈ മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം അവർക്ക് മതി. അവർക്ക് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒന്നും വേണ്ടയും താനും അവറ്റങ്ങളെല്ലാം വെറും മന്ദബുദ്ധികളാണെന്നും ഇവന്മാർ എപ്പ പറഞ്ഞാലും പോയി വോട്ടിട്ട് കൊടുക്കാൻ തക്കവണ്ണം സന്നദ്ധനായി നിൽക്കുന്നവന്മാരുമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ. ജയരാജൻ ആനന്ദൻ, അസർബൈജാനിലും നൈജീരിയയിലും നടക്കുന്നത് കാശ്മീരിൽ കോൺഗ്രസ് ഭരണകാലം കാശ്മീർ പണ്ഡിറ്റുകളെ ചെയ്തു. അത് തന്നെ സംഭവിച്ചത്. ആര് തിരിഞ്ഞു നോക്കി? കോൺഗ്രസിന്റെ ഭരണകാലത്താണ് കാശ്മീർ പണ്ഡിറ്റുകൾക്ക് നേരെ പോരാട്ടം കഴിച്ചത്. കാശ്മീർ പണ്ഡിറ്റുകളെ കൊന്നൊടുക്കിയതും തുരത്തി ഓടിച്ചതും കോൺഗ്രസിന്റെ ഭരണം കിടക്കുമ്പോഴാണ്. എന്നിട്ടും കോൺഗ്രസ്സുകാർ തിരിഞ്ഞു നോക്കിയോ? എന്തുകൊണ്ടാ? 370 എന്ന് പറയുന്ന ഒരു നിയമം പാസാക്കി വെച്ചിരുന്നു. ആ 370 എടുത്തു കളഞ്ഞതിനാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ അവരെ സുഖിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു വേണം, ഞങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ചാൽ തിരിച്ചു, അതായത് എല്ലാ അക്രമവും അനീതിയും നിങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾ അവസരം തരാം, നിങ്ങൾ ജയിപ്പിച്ചാൽ മതി എന്നാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് വൃത്തികേടുകളും നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾ മടക്കി തരാം. ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം എല്ലാ ആധിപത്യത്തോടും കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കിത്തരാം, ഞങ്ങളെ വോട്ടിട്ട് ജയിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവന്മാര് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ കളികളാണ്. ഇവർക്ക് രാജ്യമെന്നോ രാജ്യസ്നേഹമെന്നോ രാജ്യത്തിലെ ജനങ്ങളെ രക്ഷിക്കണമെന്നോ എല്ലാവരെയും ഒരുപോലെ നിലനിർത്തി കൊണ്ടുപോകണമെന്നോ എന്നുള്ളതല്ല ഇവരുടെ താല്പര്യം. ഇവർക്ക് രാഷ്ട്രീയ കളികളാണ് ഏറ്റവും വലുത്. രാഷ്ട്രീയപരമായിട്ട് ഇവർ ആളുകളെ മുഴുവനെയും കൂട്ടി അവരുടെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ജനങ്ങളല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഇങ്ങനെ നൗഫൽ MK മണിപ്പൂറായി എനിക്കും പറയുവാനുള്ളത്, മണിപ്പൂരിൽ നിങ്ങളുടെ വർഗമായ 2 ലക്ഷത്തിൽ വരുന്ന മുസ്ലിങ്ങൾ എവിടെ പോയി കിടന്ന് ഒളിച്ചിരുന്നു? അവർ അണ്ടർഗ്രൗണ്ടിൽ പെരിച്ചാഴികളെ ഹമാസ് തീവ്രവാദികൾ പോയി കിടക്കുന്നതാണ് ഒളിച്ചിരുന്നോ മണിപ്പൂരിൽ ഇത് നടന്നപ്പം? നൗഫൽ MK അറിയാണ്ട് ഞാൻ ചോദിക്കുവാ. നിന്റെ വർഗത്തിൽപ്പെട്ടവന്മാർ 2,40,000 വരുന്നവന്മാർ മണിപ്പൂരിലുണ്ടല്ലോ. അതിനകത്തുണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ടും SDPക്കാരെല്ലാം എന്ത് ചെയ്തു? അണയുന്ന തീയെ ആളിക്കത്തിച്ചു. ഒന്ന് പോ, നീ ഡയലോഗ് അടിക്കാതെ. നീ മണിപ്പൂരിന്റെ വിഷയം ഇവിടെ കൊണ്ടിടണ്ട. മനസ്സിലായോ? മണിപ്പൂരിൽ ആരാ ഇത് ചെയ്തതെന്നുള്ളതെല്ലാം ലോകത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്കെല്ലാം നല്ലതുപോലെ അറിയാം. ഹമാസ് തീവ്രവാദികള് പെരിച്ചാഴികളെ പോലെ അണ്ടർഗ്രൗണ്ടിൽ കയറി ഒളിച്ചിരിക്കുന്നത് പോലെ അവിടെ കലാപം നടന്നപ്പം 2,40,000 വരുന്ന മണിപ്പൂരിലുള്ള ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരും SDPക്കാരൊക്കെ കയറി അണ്ടർഗ്രൗണ്ടിൽ കയറി ഒളിക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. അണയുന്ന തീയെ ആളിക്കത്തിയ ക്രിസ്ത്യാനിയെ കൊല്ലാനും ക്രിസ്ത്യാനിയുടെ പള്ളികൾ തകർക്കാനും അവസരം കിട്ടിയാൽ വെറുതെ വിടുന്നവന്മാരാണോ? കാണുന്ന അറബ് രാജ്യങ്ങൾ മുഴുവനും ക്രിസ്ത്യാനികളും യഹൂദന്മാരും താമസിക്കുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനിയും യഹൂദനെയും ആത്മമൃത്തമായി സ്വീകരിക്കരുത്, അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്നും അവരെ ഒന്നിൽ തള്ളാഹുവിന്റെ മതത്തിൽ ചേർക്കണമെന്നും തൂറാനിൽ എഴുതി വെച്ചിരിക്കുന്നതിന്റെ പ്രകാരം കാണുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളിലെല്ലാം കയറി ഇറങ്ങി ക്രിസ്ത്യാനികളെ മുഴുവനും കൊന്നൊടുക്കി അവിടുന്ന് അവരെ നാടുകടത്തി. അസർബൈജാനിൽ നിന്നും 1,20,000 പേരെ കഴിഞ്ഞ 3 മാസമേ ആയിട്ടുള്ളൂ അവരെ അവിടെ നാടുകടത്തി 12,500 പേരെ കൊന്നൊടുക്കി. നൈജീരിയയിൽ കൂട്ടക്കൊല നടക്കുകയാണ്. കൂട്ടക്കൊല. നൈജീരിയ ക്രിസ്ത്യൻ രാജ്യം മാത്രമായിരുന്നു. അവിടെ ഈ മേത്തവർഗങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു നൈജീരിയ. അവന്മാർ കുടിയേറി കുറച്ചുപേര് കയറി പാർത്ത് അവന്മാർക്ക് ഇപ്പൊ മനസ്സിലായി നൈജീരിയ പിടിച്ചെടുക്കാൻ പറ്റിയത് കൂട്ടക്കുരുതി കൊടുത്ത് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂട്ടക്കുരുതി കൊടുക്കുക. നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ കൂട്ടക്കുരുതി കൊടുത്ത് കൊന്നു തള്ളുക. ഇതിപ്പോ ക്രിസ്ത്യാനി ആയാലെന്താ, മുസ്ലിം ഹിന്ദു ആയാലെന്താ? മനുഷ്യനെ കൊല്ലുകയല്ലേ ഒരു മതത്തിന്റെ പേരില്. എനിക്കിവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുവും എന്നുള്ള വിഷയമല്ല, എനിക്ക് മനുഷ്യനെ കൊല്ലുന്നു എന്നുള്ളതാ വിഷയം. അപ്പോൾ ഇങ്ങനെ ഒരു മതത്തിന്റെ പേരിൽ ഇങ്ങനെ ഇറങ്ങി അങ്ങ് കൊലപാതകം നടത്തുകയാ. എന്നിട്ട് മണിപ്പൂരും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. മണിപ്പൂരിൽ എന്താണ്? മണിപ്പൂരിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോ തമ്മിലടി ഉണ്ടായിരുന്നില്ലേ? കൂട്ടമരണങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കലാപങ്ങൾ അഴിച്ചു വിട്ടില്ലായിരുന്നോ? തീ കത്തിയില്ലായിരുന്നോ? വീടുകൾ കത്തിച്ചു വിട്ടില്ലായിരുന്നോ? മണിപ്പൂരില് കോൺഗ്രസിന്റെ ഭരണത്തിൽ എത്രയോ പ്രാവശ്യം നടന്നിരിക്കുന്നു മണിപ്പൂരില്. BJP ഇപ്പോൾ ഭരിച്ചപ്പോൾ BJP സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന 2,40,000 വരുന്ന മുസ്ലിങ്ങൾ ഒരു റിപ്പോർട്ടിനകത്തും ഇല്ല. ഈ കഴുത്തെറുത്ത് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുകൊണ്ടുപോയി കഴുത്തെറുത്ത് ഒരുത്തനെ കൊന്നതിന്റെയൊക്കെ കേസിനകത്ത് പ്രതികളായിരിക്കുന്നത് പോലും ഈ മുസ്ലിങ്ങളുണ്ട്. എന്തേ ചർച്ചയ്ക്ക് വരാത്തത് അവരുടെ പ്രതികളുടെ പേരൊന്നും? ആ പ്രതികളുടെ പേരൊന്നും ചർച്ചയിൽ വരാത്തെന്താ? ആ പ്രതികളെ പിടിച്ചപ്പോൾ ആ പ്രതികളിൽ 3-4 പേരൊക്കെ മുസ്ലിം നാമധാരികളാ. അപ്പോൾ ഈ നരാധമന്മാർ നടത്തിക്കൊണ്ടുപോയ ഈ വൃത്തികേടുകള് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ രംഗത്തുനിന്നിറങ്ങുന്നതാണ് ഭയാനകമായ കാഴ്ച. അതാണ് ഭീതിപ്പെടുത്തുന്നത്. ഒരു മതസംഘടന അവരവരുടെ മതം പ്രകാരം കിടന്ന് ഭ്രാന്ത് കളിക്കുന്നെന്ന് പറഞ്ഞിട്ട് പോകാം.
ഇപ്പൊ ഹമാസ് തീവ്രവാദികൾ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരവും കൊള്ളരുതായ്മയൊക്കെ ഈ മതതീവ്രവാദികൾ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ടവർ കടന്ന് ജയ് വിളിക്കുകയും ഹമാസ് പോരാളികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുച്ഛിച്ചു തള്ളാവുന്നതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ മതഭ്രാന്ത് പിടിച്ചവന്മാര്, അവന്മാരുടെ മതം പറയുന്നതേ അവന്മാർ ചെയ്യത്തുള്ളൂ. അവന്മാരുടെ മതം പറയുന്നതനുസരിച്ച് ഒരുത്തനെ കൊന്നാലും ബലാത്സംഗം ചെയ്താലും കുഞ്ഞുകുട്ടിയായാണെങ്കിലും ആരാണെങ്കിലും ക്രൂരമർദ്ദനങ്ങൾക്കും ബലാത്സംഗത്തിനും ഇരയാക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് അവന്മാരുടെ മതം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അവന്മാര് എന്ത് പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞ് വിശ്വസിക്കാം, നമുക്ക് ആശ്വസിക്കാം. പക്ഷെ ഈ നേതാക്കന്മാർക്ക് എന്തിന്റെ സൗഖ്യടാ? ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തിന്റെ സൗഖ്യടാ? ഈ എന്തുവാ യഹൂദന്മാരുടെ വോട്ട് നാട്ടിലില്ലാത്തത് കൊണ്ടോ? അത് ജൂതന്മാർക്ക് വോട്ടില്ലാത്തത് കൊണ്ടാണോ? നാട്ടില് ജൂതന്മാർക്കെതിരെ ഈ തെമ്മാടികൾ എന്ത് തെമ്മാടിത്തരം അഴിച്ചു വിട്ടാലും കുഴപ്പമില്ല, നമുക്കതിനെ ഹായ് പോരാട്ട വീരന്മാരും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കാമെന്ന് പറയാനായിട്ട് ഈ നാട്ടിൽ രാഷ്ട്രീയക്കാന്മാർക്ക് എന്തിന്റെ സൗഖ്യടാ? അപ്പോൾ അതിന് വളം വെച്ചു കൊടുക്കുന്നു എന്നാണ് അർത്ഥം. വളം വെച്ചു കൊടുക്കുന്നു. എടാ, ഇന്ന് ജൂതനാണെങ്കിൽ നാളെ നിന്റെ കഴുത്തിലുമായിരിക്കുന്നത് കത്തി. ഇന്ന് ജൂതനാണെങ്കിൽ നാളെ നിന്റെ കഴുത്തിലുമായിരിക്കുന്നത് കത്തി. കാശ്മീർ പണ്ഡിറ്റുകളെ കൊന്നു, ക്രിസ്ത്യാനികളെ ഒന്നടങ്കം മുച്ചൂടും മുടിച്ചു, അറബ് രാജ്യങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്നവരെല്ലാം കണ്ടം വഴി ഓടിച്ചു, യഹൂദന്മാരെയും എല്ലാം അവിടുന്ന് മുച്ചൂടൊടിച്ചു. സകല അറബ് രാജ്യങ്ങൾ ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുക, അടക്കി വാഴി വെച്ചിരിക്കുക. ഞങ്ങൾക്ക് അറബ് രാഷ്ട്രങ്ങൾ ശരീഅത്ത് നിയമം നടത്തുന്ന 116 അറബ് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എവിടുന്ന് വന്നു ഇവന്മാര്? ഇന്ത്യയെ കുറെ കാലം മുഗളന്മാർ പിടിച്ചടക്കി വാണു വെച്ചിരുന്നു. ഇന്ത്യയിൽ അന്ന് കൊല്ലപ്പെട്ടത് അനേകം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇന്ത്യക്കകത്ത് കൊല്ലപ്പെട്ടു. ഇന്ത്യ വലിയൊരു രാജ്യമായതുകൊണ്ടാണ് മൊത്തത്തിൽ ഇവന്മാർക്ക് പിടിച്ചെടുക്കാൻ പറ്റാതെ പോയത്. മുഗളന്മാർ കയറി വന്ന് ഇന്ത്യയിൽ കാട്ടിക്കൊണ്ടുപോയ അക്രമവും അനീതിയും എന്നും പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ആ കൂട്ടത്തിലാണ് എന്തു പറയുന്ന രാമക്ഷേത്രം പിടിച്ച് ബാബർ മസീദിയാക്കി വിട്ടത് ഇവന്മാര്, മുഗളന്മാർ കയറി വന്നിട്ട്. ഇതുപോലെ എത്ര എത്ര അമ്പലങ്ങള്, എത്ര എത്ര പള്ളികള്, ഇതെല്ലാം ഇപ്പോൾ മസ്ജിദുകളുടെ പേരുകളിൽ കിടക്കുക. തപ്പിപ്പിടിക്കാൻ പോയാൽ ഇതെല്ലാം തിരിച്ചു പിടിച്ചെടുക്കേണ്ടി വരും. ഇപ്പൊ ഒരു നിയമം ഉണ്ടാക്കി വെച്ച് കോൺഗ്രസ് 1947 ശേഷം എന്തെങ്കിലുമൊക്കെ പിടിച്ചടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്താൽ മതി എന്നുള്ളൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. പണ്ടത്തെ കണക്കനുസരിച്ചാണെങ്കിൽ എല്ലാം പിടിക്കണം. ഹാഗിയ സോഫിയമാർക്ക് പിടിക്കാമെങ്കിൽ തിരിച്ചെന്തുകൊണ്ട് ക്രിസ്തീയ രാജ്യങ്ങളിലും ഹിന്ദു രാഷ്ട്രത്തിലൊക്കെ കയറി കൈയടത്തി വെച്ചിരിക്കുന്നതൊക്കെ തിരിച്ചു പിടിച്ചുകൂടാ? എന്തുകൊണ്ട് പിടിച്ചുകൂടാ? അപ്പൊ നമ്മന്റെ മതക്കാർക്ക് എന്നും എന്ത് ചെയ്താലും അത് ന്യായോ? 1948 ചരിത്രം മാത്രമേ ഇസ്രായേലിൽ അറിയത്തുള്ളൂ ഇവർക്ക്. 1948 കഴിഞ്ഞതിനുള്ള ചരിത്രം മാത്രമേ അറിയത്തുള്ളൂ. അതിനു മുമ്പൊന്നും അറിയത്തില്ല. പൊട്ടന്മാര് കളിക്കുക എല്ലാവന്മാരും നാട്ടില്. എല്ലാവന്മാരും നാട്ടിലെ പൊട്ടന്മാര് കളിക്കുക. പൊട്ടന്മാര് നാട്ടിലെ നേതാക്കന്മാരും രാഷ്ട്രീയ എന്തുവാ ഇവന്മാര് എന്തോ ഉണ്ടല്ലോ ഇവന്മാര് എന്തുവാ സാംസ്കാരിക നായകന്മാരും നായകിമാരും ഒക്കെ പൊട്ടന്മാരെ കളിക്കുക. ജബ്ബ 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 ജബ്ബ. അവർക്ക് 1948 വരെ ഉള്ളു ചരിത്രം. അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ളതേ ചരിത്രമായിട്ടുള്ളൂ. അതിന് മുമ്പൊന്നും ചരിത്രം ഇവർക്കില്ല. അവർക്ക് അറിയത്തുമില്ല ചരിത്രം എന്താണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നാട്ടിലുള്ള കുറെ എന്തുവാ സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് കുഴലൂതി കൊടുത്തോണ്ടിരിക്കുക 1948 ശേഷം ഉള്ള ചരിത്രവും പറഞ്ഞു. അപ്പൊ ഇവന്മാര് അവരെഴുതും ഒരു ചരിത്രം, അവരെഴുതും ഒരു കാവ്യകഥ. അതങ്ങ് നാട്ടിലുള്ളവരെ എല്ലാവരും അങ്ങ് വിശ്വസിച്ചോളണം. എല്ലാവരും പൊട്ടന്മാരായിരുന്നു കൊണ്ട് ഇവരെഴുതുന്ന കാവ്യകഥകൾ മുഴുവനും അങ്ങ് വിശ്വസിച്ചോളണം. ഒന്ന് ആലോചിച്ച് നോക്കി. ലോകം അത്രത്തോളം ഭയാനകതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകൾ കുറച്ച് വായിക്കുന്നതും ഇതൊക്കെ ഞാൻ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് വേറെയും കുറെ കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് യാത്രകളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പോയി വരുന്നത് കൊണ്ട് തന്നെ ഈ ന്യൂസുകളൊന്നും വലുതായിട്ട് നോക്കാൻ പോലും ഞാൻ നിന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യുദ്ധത്തിന്റെ അപ്ഡേഷൻ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാ ദിവസവും നടക്കുന്നത് പോലെ തന്നെയാണ് യുദ്ധം നടക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും സംസാരിക്കാതെ പോയത്. പക്ഷെ ഇന്ന് എന്നെ അധികമായി ഭയപ്പെടുത്തിയത് ഈ തെമ്മാടിത്തരം വൃത്തികേടുകളും കാണിച്ചിട്ട് പോയവന്മാരെ നാട്ടിലുള്ള നേതാക്കന്മാർ, ഇത് മുസ്ലിം ലീഗ് പറഞ്ഞതിന്റെ പേരിലോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നമുക്കറിയാമല്ലോ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പോലും അത് നമ്മന്റെ പാർട്ടിയാണ്. അല്ലാതെ മുസ്ലിം ലീഗ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ക്ഷേമത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പാർട്ടിയൊന്നുമല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അവന്മാര് പറഞ്ഞെങ്കിൽ എന്തുവാ അവന്മാര് പറഞ്ഞതാണെന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. ഇല്ലെങ്കിൽ സമസ്തയാണെങ്കിൽ പറയാം സമസ്ത മത എന്തുവാ ഭ്രാന്ത് പിടിച്ചു കിടക്കുന്ന ഒരു കൂട്ടരാ, മതഭ്രാന്ത്. ആ മതഭ്രാന്ത് പിടിച്ചു കിടക്കുന്ന തീവ്രവാദികൾ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും ആശ്വസിക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇറങ്ങി പ്രക്ഷോഭനം ചെയ്തെങ്കിലും അത് പറഞ്ഞെങ്കിലും ആശ്വസിക്കാം. എടാ, ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തിന്റെ സൗഖ്യടാ? ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തിന്റെ സൗഖ്യടാ?
ഈ കോൺഗ്രസ്സുകാർക്ക് എന്തിന്റെ സോക്കേടാ? ഇവർ ലക്ഷോപലക്ഷങ്ങളെ കൂട്ടിവരുത്തി ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് കാണിക്കാനായിട്ട് ഇവിടെ ഏത് പലസ്തീനികളാ കിടക്കുന്ന കേരളത്തില്? ഏത് ഹമാസ് തീവ്രവാദികൾ കേരളത്തിൽ കിടക്കുന്നു? അപ്പൊ കേരളത്തിലുള്ളതെല്ലാം ഹമാസ് തീവ്രവാദികളെന്ന് ആർക്കറിയാം? രാഷ്ട്രീയ നേതാക്കന്മാർക്കറിയാം. കേരളത്തിൽ കിടക്കുന്നത് മുഴുവനും ഹമാസ് തീവ്രവാദികളാണെന്ന് കോൺഗ്രസിനും അറിയാം, കമ്മ്യൂണിസ്റ്റിനും അറിയാം. ഇവർ മാറിയും തിരിഞ്ഞും വളർത്തിയെടുക്കുകയില്ലായിരുന്നു പാല് കൊടുത്ത് സകല തീവ്രവാദികളും കേരളത്തില്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ മാറിയും തിരിഞ്ഞും പാല് കൊടുത്ത് വളർത്തിയെടുക്കുകയല്ലായിരുന്നോ ഈ തീവ്രവാദികൾ? അതുകൊണ്ട് ഈ തീവ്രവാദികളെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങ് കൊണ്ടുകയറി. ഈ തീവ്രവാദികളെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും യുവമാർക്കൊക്കെ വെപ്രാളം എടുത്തു. ഉടനെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് നിന്ന് 10 വോട്ട് എങ്ങനെ മാറിയും തിരിഞ്ഞ് മത്സരിക്കുക. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണേ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്. ആർക്കൊപ്പം? തീവ്രവാദികൾക്കൊപ്പോ? നാട് തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കണോ? അല്ല, അറിയാണ്ട് ചോദിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നരാധമന്മാരുടെ കയ്യിലൊക്കെ നാട് പോയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ. മൃഗീയന്മാരെ ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. എന്തിന്റെ പേരിലാ കൊല്ലുന്നത്? മതഭ്രാന്തി പിടിച്ചു കിടക്കുന്നത് കൊണ്ടാ. യഹൂദനെ മുച്ചൂട് മുടിക്കണം. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു വൃത്തികെട്ടവൻ പറഞ്ഞു കൊടുക്കുകയാണ് 5 ഷെക്കേലേ ഉള്ളൊരു കത്തിക്ക്. ഞാനത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക്. 5 ഷെക്കേലേ ഉള്ളൊരു കത്തിക്ക് 5 ഷെക്കേല്. നിങ്ങൾ ഓരോരുത്തരും പലസ്തീനിൽ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ, വെസ്റ്റ് ബാങ്കിൽ അതിർത്തിയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളോടെല്ലാം ആഹ്വാനം ചെയ്യുക. വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ, കേരളത്തിൽ ജെറുസലേമിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ, ഇസ്രായേൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ, നിങ്ങൾ 25 ലക്ഷം പേര് വരുന്നവർ നിങ്ങൾ ഇസ്രായേൽ തന്നെ ഉണ്ടല്ലോ. ഒരുത്തന് 5 ഷെക്കേൽ കൊടുത്തൊരു കത്തി മേടിച്ചാൽ മതിയെന്ന്. ഓരോ കഴുത്തിനും, ഓരോ യഹൂദന്റെയും കഴുത്തിന് 5 ഷെക്കേൽ വിലയേ ഉള്ളൂ. അവൻ പറഞ്ഞു കൊടുക്കുക. ഓരോ യഹൂദനും കഴുത്തിന് 5 ഷെക്കേൽ വിലയേ ഉള്ളൂ. ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങളിത് ചെയ്യണം. ഈ തള്ളാഹു എന്ന് പറയുന്ന കാമഭ്രാന്തിന് വേണ്ടി നിങ്ങളിത് ചെയ്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവൻ. എന്നിട്ട് അവൻ പറയാണ്, ഞങ്ങൾ ബെൽറ്റ് ബോംബ് ഫാക്ടറികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാടാ ബെൽറ്റ് ബോംബ് ഫാക്ടറി ഉണ്ടാക്കുന്നേ? പൊട്ടിത്തെറിച്ച് ചാകാനോ? കൊള്ളാം, സൂപ്പർ. ബെൽറ്റ് ബോംബ് ഫാക്ടറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പൊട്ടിത്തെറിച്ച് ചാകാൻ വേണ്ടിയിട്ട്. പറയുക, ഞങ്ങൾ ബെൽറ്റ് ബോംബ് ഫാക്ടറികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും എഴുന്നേൽക്കണം തള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട്. തള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഓരോരുത്തരും എഴുന്നേറ്റ് വന്നിട്ട് ബെൽറ്റ് ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൂട്ടമായി ജനങ്ങളെ കൊന്നൊടുക്കണം. ഇത് തള്ളാഹു ഇഷ്ടപ്പെടുന്നു. തള്ളാഹുവിന് ഇതിനാണ് ആഗ്രഹം. എടാ, ഇവനെ ദൈവമെന്ന് കൊണ്ടു നടക്കുന്ന ഈ വിഡ്ഢി സമൂഹത്തെ എന്താണ് വിളിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന്മാർ പറഞ്ഞു കൊടുക്കുകയാ ഓരോ യഹൂദന്റെയും കഴുത്തിന് 5 ഷെക്കേൽ വിലയുള്ളെന്ന്. അതായത് 5 രൂപ കത്തി എല്ലാവരും കരുതി കിടക്കണം. അപ്പം ഇനിയിപ്പം തെരുവിൽ യഹൂദനെ കൊല്ലാൻ ആഹ്വാനം കൊടുത്തിറക്കിയിരിക്കുക. ഇനി കൂട്ടമായിട്ടും അവിടെയും ഇവിടെയും എല്ലാം തെരുവുകളിൽ ഇനി എന്ത് ചെയ്യാം? യഹൂദനെ കഴുത്തിറത്തതും യഹൂദനെ നെഞ്ചിന് കുത്തിയതും ഒക്കെ നമുക്ക് കേൾക്കാം. ഇനി മുഴുവനും അങ്ങനെ ആഹ്വാനം കൊടുത്തു വിട്ടിരിക്കുക. ഇസ്രായേലിനകത്ത് കിടക്കുന്നവർക്ക് ആഹ്വാനം കൊടുത്തു വിട്ടിരിക്കുക. കൊള്ളാം. തള്ളാഹുവിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നാ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് സമാധാന മതക്കാര്. നമ്മൾ സമാധാനം അങ്ങ് പെച്ചങ്ങിച്ചുകൊണ്ട് നടക്കുക. നമ്മുടെ സമാധാന മതത്തിന്റെ സ്നേഹം ഉണ്ടല്ലോ, എല്ലാവരും സ്നേഹിക്കാനാണ് കാരുണ്യവാനായ തള്ളാഹു പറഞ്ഞു പഠിച്ചിരിക്കുന്നതെന്നാ ഇവന്മാരുടെയൊക്കെ തള്ള്. തള്ളാഹുവിനെ കത്തിക്കാനായിട്ട് തള്ളാഹു എന്ന് പറയുന്ന കാമഭ്രാന്തൻ ഇല്ലല്ലോ. അവന്റെ പകരം വന്ന ഈ സാത്താനെ തള്ളാഹു എന്ന് ചിത്രീകരിച്ചുകൊണ്ട് തന്റെ കാമലീലകൾക്ക് വേണ്ടി മുഹമ്മദ് എന്ന് പറയുന്ന കാമഭ്രാന്തൻ ഉണ്ടാക്കിയ കഥാപാത്രമല്ലേ. യഥാർത്ഥ സാത്താനെ പിടിച്ചുകൊണ്ട് തള്ളാഹു എന്നൊരു ദൈവമാക്കി കൊടുത്തത് ഈ മുഹമ്മദ് കാമഭ്രാന്തനല്ലേ. അവനെ പച്ചയ്ക്ക് നിർത്തി കത്തിക്കണമായിരുന്നു. പക്ഷെ അത് അങ്ങനെ അവൻ ഇഞ്ചിഞ്ചാടി ചാകണം എന്നുള്ളതായിരുന്നു ദൈവത്തിനും പോലും ആഗ്രഹം, ഈ വൃത്തികെട്ടവൻ. അതുകൊണ്ട് തന്നെ ഒരു ജൂത സ്ത്രീ എന്ത് ചെയ്തു? വിഷം കൊടുത്തു കൊന്നു അവനെ. അവൻ ഇഞ്ചിഞ്ചായിട്ട് കിടന്ന് അവന്റെ വായ് കൊണ്ട് അവൻ പറഞ്ഞു കൊടുപ്പിച്ച് അതേ തൊണ്ടയിൽ വെള്ളം വിഴുങ്ങാതെ ചാകേണ്ട ഗതികേട് വൃത്തികെട്ടവൻ. എന്നിട്ടും പഠിക്കുന്നു ഇസ്ലാം സമൂഹം. എടാ, നിന്റെ തള്ളാഹു എന്ന് പറയുന്ന കാമഭ്രാന്തൻ ദൈവത്തിന് വേണ്ടിയിട്ട് അറമാദിച്ചും വൃത്തികേടുകളും പറഞ്ഞ് അവനെപ്പോലും രക്ഷിക്കാൻ തള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് കഴിഞ്ഞില്ല. ഈ മുഹമ്മദ് കാമഭ്രാന്തനെ പോലും രക്ഷിക്കാൻ തള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് കഴിഞ്ഞില്ല. തള്ളാഹുവിന്റെ പ്രവാചകനാണ് പോലും.
തള്ളാഹുവിന്റെ ആയത്തുകൾ പറയാൻ വേണ്ടി വന്നാൽ അവന്റെ തൊണ്ട തുറന്നല്ലേ ആയത്ത് പറഞ്ഞു. അപ്പൊ അതിനെങ്കിലും തള്ളാഹുവിന്റെ ആയത്ത് അവൻ തൊണ്ട വഴിക്ക് തുറന്നു വിട്ടെങ്കിലേ ആ തൊണ്ടയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തള്ളാഹു എന്ന് പറയുന്ന കാമദേവനല്ലേ. അവൻ ചെയ്തോ അത്? ആ തൊണ്ടയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തള്ളാഹു എന്ന് പറയുന്ന കാമദേവനുള്ളതാണ്. അവൻ അതിട്ട് ചെയ്തോ അത്? അവൻ ദൈവം അല്ലാത്തത് കൊണ്ട് അവൻ ചെയ്യാത്ത. അവൻ സാത്താനല്ലേ. സാത്താൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ ശക്തിയെ മറിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ സാത്താന്. അതുകൊണ്ട് ദൈവം അവനെ ശിക്ഷിച്ചു വിട്ടു. 2 വർഷക്കാലം ഇഞ്ചിഞ്ചായിട്ട് ആ തൊണ്ട വഴിക്ക് വെള്ളം പോലും ഇറങ്ങാതെ അവൻ നരകിച്ച് ചത്തൊടുങ്ങി ആ പിശാച്. മനസ്സിലായോ? അങ്ങനെയായി ഭൂമുഖത്തുനിന്നും അവൻ മാറ്റപ്പെട്ടത്. എന്നിട്ടും ഇവന്മാരുടെ ആർത്തി തീരുന്നുണ്ടോ? ഈ പൊത്തകം, ഈ തള്ളാഹു എന്ന് പറയുന്ന തൂറാൻ, ഈ തള്ളാഹു ഇറക്കിക്കൊടുത്ത ഈ തൂറാൻ എന്ന് പറയുന്ന പൊത്തകം ഭൂമിയിൽ നിന്ന് നശിക്കണം. എന്നാൽ മാത്രമേ ഈ ജനം രക്ഷപ്പെടത്തുള്ളൂ. ഈ ജനത്തിന്റെ മനസ്സിന്റെ ഉള്ളിനകത്ത് കുത്തിവെച്ചിരിക്കുന്ന വിഷം മാറത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവന്മാരൊക്കെ ഇനി നന്നാകൂ എന്ന് പറഞ്ഞിട്ട്? നാൾക്ക് നാൾ ഇത്രയും ഇല്ലാത്ത മതം കയറി വന്നുകൊണ്ടിരിക്കുക എല്ലാ മേഖലകളിലും. പണ്ട് മതത്തിന്റെ ഭ്രാന്ത് പിടിച്ച് ഇവന്മാർ നടന്നിട്ടില്ല. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി മതഭ്രാന്തി പിടിച്ചവന്മാരായിട്ട് അലയാൻ പോവുക. അതുകൊണ്ടാണ് എല്ലാ മേഖലകളിലും ഇവന്മാർ മതം കുത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമില്ലാത്ത ഒരു മതത്തെ നിങ്ങൾക്ക് കേരളത്തിൽ കാണാം, ഇന്ത്യയിൽ കാണാം. ഇന്ത്യയിൽ ഇത്രയും കാലം ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും തുല്യതയോടെ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മന്റെ മതക്കാരെ പ്രത്യേകിച്ചും എവിടെ പോയാലും ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്ന രീതിയിലാക്കി കളഞ്ഞു. നമ്മന്റെ മതക്കാരുടെ ഹോട്ടൽ മനസ്സിലാക്കാം, നമ്മന്റെ മതക്കാരുടെ സ്ഥാപനങ്ങൾ നമുക്ക് തിരിച്ചറിയാം, നമ്മന്റെ മതക്കാരുടെ എല്ലാത്തിനെയും നമുക്ക് ഇപ്പൊ മനസ്സിലാക്കുന്ന രീതിയിലാക്കി കളഞ്ഞു. നമ്മന്റെ മതക്കാരുടെ സ്ഥാപനത്തിൽ നമ്മന്റെ മതക്കാരെ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. ക്രിസ്ത്യാനിയുടെ സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യാനി ഹിന്ദുവിനെയും മുസ്ലിമിനെയും എല്ലാം ഒരുപോലെ ഇരുത്തിയാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദുക്കളും അതുപോലെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മന്റെ മതക്കാർ മാത്രം ഇറങ്ങിയിട്ടുള്ളൂ നമ്മന്റെ മതക്കാർക്ക് വേണ്ടി എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട്. ഇവന്മാരുടെ ഈ വൃത്തികെട്ട തോന്നിവാസം നിറഞ്ഞ് കാമഭ്രാന്ത് പിടിച്ച പൊത്തകം, തൂറാൻ എന്ന് പറയുന്ന പൊത്തകം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയും എന്റെയും ഒക്കെ നികുതി പണം എടുത്തു കൊടുത്ത് ശമ്പളം കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അറിയാണ്ട് ഞാൻ ചോദിക്കുക. ഇതൊന്നും ചോദിക്കാൻ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനൊന്നും തലച്ചോറില്ലേ? എടാ പൊട്ടന്മാരെ, നീയൊക്കെ മനുഷ്യനായിട്ടാണോ ഭൂമിയിൽ ജീവിക്കുന്നത്? ക്രിസ്ത്യാനിയും ഹിന്ദു എന്നൊക്കെ പറയുന്നവന്മാര്. നിനക്കൊന്നും നേതാക്കന്മാരൊന്നും ഇല്ലേ? നിന്നെ ഒന്ന് നിയന്ത്രിക്കാനും നിനക്കൊന്നും വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരാനൊന്നും വേണ്ടി? ഒരു കൂട്ടരം മാത്രം സുഖിപ്പിച്ച് അവന്മാരുടെ വൃത്തികേടും തോന്നിവാസങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് നാട്ടിലുള്ള ജനങ്ങളെ മുഴുവനും കൊന്നൊടുക്കുവാൻ വേണ്ടിയിട്ടും തള്ളാഹുവിന്റെ മതം ഉണ്ടാക്കാൻ വേണ്ടി അല്പം ഇഞ്ചിഞ്ചായിട്ട് വിഷം കയറ്റി എല്ലാ മേഖലകളിലും ഇവന്മാർ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നൊന്നും കണ്ണു കാണുന്നില്ലേ പൊട്ടന്മാർക്ക്? ഇത് എത്രത്തോളം അപകടത്തിലേക്ക് പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഈ തള്ളാഹു എന്ന് പറയുന്ന കാമഭ്രാന്തന്മാരുടെ മതം മാത്രം ലോകത്തൊരു രാജ്യത്ത് മാത്രം സ്ഥിതി ചെയ്താൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അറബ് രാജ്യങ്ങളിലെല്ലാം ജോലി എടുക്കാൻ നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങൾ പണിയെടുക്കാൻ പോകുന്നത് കൊണ്ടാണ് അവിടുത്തെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് അവിടുത്തെ ശരീരത്തെ നിയമത്തിന് അടിമപ്പെട്ടേ നിങ്ങൾക്ക് അവിടെ ജോലി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അറബ് രാജ്യത്താണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ളവരുടെ കാര്യം കട്ടപ്പോകയാ. അവൻ അവിടെ നിന്ന് അടിച്ചോടിക്കും. നിങ്ങളെ അടിമകളാക്കി വെച്ച് പണിയെടുപ്പിക്കുന്നത് കൊണ്ട് അവന്മാർക്ക് ലാഭം ഉള്ളത് കൊണ്ട് അവന്മാരെ കൂടെ നിർത്തി എന്തെങ്കിലും പണിയെടുപ്പിക്കുന്നു. പക്ഷെ അവന്മാരുടെ വരുതിക്ക് നിർത്തിയേ പണിയെടുപ്പിക്കത്തുള്ളൂ പോലും. അല്ല നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജനാധിപത്യ രാജ്യം പോലെ ജീവിച്ചോ എന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്നും അങ്ങനെ പറഞ്ഞൊന്നും വിടത്തൊന്നുമില്ല. അബ്ദുൾ റഹ്മാൻ കാമഭ്രാന്തി. അതെ, കാമഭ്രാന്ത് മൂത്ത് കിടക്കുന്ന നിന്റെ അമ്മയും സഹോദരിയൊക്കെ കാണുമ്പോൾ നിനക്ക് തോന്നും മറ്റുള്ള പെണ്ണുമങ്ങളും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. കാരണം കാമഭ്രാന്ത് പുസ്തകം നിന്റെ പുസ്തകമല്ലേ. കാമഭ്രാന്തിൽ ജീവിക്കാൻ നിന്നെയൊക്കെയല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നേ. നിന്റെ അമ്മയും സഹോദരിയും ഒക്കെ പോയി മുലകുടി ഹദീസിന്റെ പ്രകാരം കാണുന്നവന്മാർക്കെല്ലാം മുലയും പൊക്കി വെച്ച് കൊടുത്തിട്ട് മുലകുടി സഹോദരന്മാരെയൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ച് കാമത്തിൽ അലഞ്ഞു നടക്കുമ്പോൾ നിനക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അത് തോന്നുന്നത് എന്റെ കുറ്റമല്ല. മനസ്സിലായോ? അത് നിന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. നീ ഭ്രാന്തനായിട്ട് തലയ്ക്ക് പിടിച്ചിട്ട് അയ്യോ അമ്മ ഭ്രാന്തി, അമ്മ കാമഭ്രാന്തി, അച്ഛൻ കാമഭ്രാന്ത്, അയ്യോ സഹോദരി കാമഭ്രാന്തി, മോള് കാമഭ്രാന്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ നീ തലയ്ക്ക് നടക്കുമ്പോ നിനക്ക് കാണുന്നവരെയൊക്കെ വിളിക്കാൻ തോന്നും. അതിനാരെ കുറ്റം പറയാനായിട്ടാ? ആരെ കുറ്റം പറയാനില്ല. മനസ്സിലായോ? ഒറ്റ മനുഷ്യനെയും കുറ്റം പറയാനില്ല അതിന്. നിന്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി. അവർ ചികിത്സിക്കാനും പറ്റത്തില്ല. മുലകുടി ഹദീസ് എടുത്ത് കളയണം. എന്നിട്ട് തള്ളാഹുവിന്റെ തൂറാൻ എന്ന് പറയുന്ന പുസ്തകം കൊണ്ടുപോയി കത്തിച്ചു കളയണം. എന്നാലേ അവർ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. ഈ കാമഭ്രാന്തികളെയും കാമഭ്രാന്തന്മാരെയൊക്കെ. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കൂടെ കിടക്കുകയല്ലേ നീ? അവരുടെ കൂടെ നീ ജീവിക്കുകയല്ലേ? അതുകൊണ്ട് നിന്നെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, അത്രത്തോളം നമ്മുടെ ലോകം പോകുന്നത് അപകടത്തിലേക്കാണ്. ഒരു തെറ്റും ചെയ്യാതെ എന്ത് തെറ്റു ചെയ്തിട്ടാണ് ഈ ക്രൂര പീഡനങ്ങൾക്ക് ഈ സ്ത്രീകൾ ഇരയാക്കപ്പെട്ടത്? ഒറ്റ തെറ്റേ ഉള്ളൂ, യഹൂദനായി ജനിച്ചു. ക്രിസ്ത്യൻ സ്ത്രീകൾ ക്രൂര ബലാത്സംഗങ്ങൾക്ക് ഇരയാകുന്നു. എന്തുകൊണ്ടാ? ക്രിസ്ത്യാനിയായി ജയിച്ചു പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിട്ടില്ലേ, സിറിയയിൽ നടന്ന കാര്യമാ. തെരുവിൽ കൊണ്ടുപോയി വെച്ച്, ഇറാഖിൽ നടന്നതാ. തെരുവിൽ കൊണ്ടുവച്ച് യസീദി പെൺകുട്ടികളെയും അല്ലാതെയുമുള്ള ക്രിസ്തീയ പെൺകുട്ടികളെല്ലാം പിടിച്ചോണ്ട് പോയിട്ട് ലേലം വെച്ച് വിൽക്കുക, ചങ്ങലക്കിട്ട് അടിമക്കച്ചവടം. ഇത് ശരീഅത്ത് നിയമം നടപ്പാക്കപ്പെടുന്ന രാജ്യത്ത് ഹലാലാണ്. അവർക്കത് ചെയ്താലും ആരും വരാനും പറ്റത്തില്ല. കാരണം തള്ളാഹുവിന്റെ ചര്യയാണ്, മുഹമ്മദ് കാമഭ്രാന്തന്റെ ചര്യയാണ് അത് ചെയ്യുന്നത്. അതവർക്ക് സുന്നത്താണ് അത് ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ അവരങ്ങ് സ്വർഗത്തിൽ പോകുന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കത് ന്യായമായ കാര്യമാണ്. ഈ മതത്തിനകത്ത് കിടക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങളെയൊക്കെ അടിമകളാക്കി വെച്ചിരുന്ന ഇവന്മാര് ഭോഗിക്കുന്നത് കാണുമ്പം നാണവും മാനവും ഇല്ലേ? അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് ഇതോടുകൂടിയ ഇവളുമാര് ഈ വസ്ത്രവും പൊക്കി ഇട്ടിട്ട് അതിനകത്തും കുറേവളുമാരുടെ ആട്ടവും പാട്ടവും കണ്ട് നമുക്ക് തന്നെ ചിരി വരും. പകുതി ഹറാമും പകുതി ഹലാലുവാ. നെയിൽ പോളിഷ് ഞങ്ങൾക്ക് ഹറാമാണ്. അപ്പൊ പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണും ഒക്കെ വരച്ചു പോകുന്നതൊക്കെ നിങ്ങൾക്ക് ഹലാലാ? അല്ല, അറിയാണ്ട് ചോദിക്കുവാ. എനിക്കിത് ഹലാലാ? എല്ലാം ഹറാമാ. കണ്ണെഴുതുന്നതും സ്ത്രീക്ക് ഹറാമാ ഇസ്ലാമില്. ലിപ്സ്റ്റിക് ഇടുന്നതും ഹറാമാ ഇസ്ലാമില്. പക്ഷെ നെയിൽ പോളിഷ് ഞങ്ങൾക്ക് ഹലാൽ. മുടി ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വെച്ച് ഹിജാബ് ധരിക്കത്തുള്ളൂ, ബാക്കിയെല്ലാം ഇത്രയും കാണിക്കും മോഡലിന്. എന്നിട്ട് പറയും, ഞങ്ങൾ ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മതത്തിന്റെ പെട്ടതാണ്. അപ്പൊ മുടി കാണിക്കുന്നത് ഹലാലാണ്. ഇതാ ഇവിടുത്തെ നാടകം. പുരുഷന്മാരെ മയക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന നാടകം. അന്യമതത്തിൽപ്പെട്ട പുരുഷന്മാരെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് കൂട്ടുകാരികളെ പറഞ്ഞു വിടും, സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൂട്ടുകാരി കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും, ഇത് എന്റെ സഹോദരനാ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ എല്ലാ മോഡലിലും ഇറങ്ങിത്തിരിക്കുന്ന നമ്മന്റെ ആൾക്കാരാ. ഇത്രയും മോഡൽസ് ഒന്നും ക്രിസ്ത്യാനിയും ഹിന്ദുവും പോലും ചെയ്യാറില്ല. എല്ലാ മോഡലിലും ഇറങ്ങിത്തിരിക്കുന്നത് നമ്മന്റെ ആൾക്കാരാ. എല്ലാ തരത്തിലും ആകർഷിച്ച് ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും ജിഹാദ്. സ്വയം അങ്ങ് ശ്രേഷ്ഠരാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി നടക്കും. നാണവും മാനവും ഇല്ലേ? ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന സ്ത്രീകളെ നിന്നെയൊക്കെ അടിക്കാനാ പറഞ്ഞിരിക്കുന്നത് എന്റെ തള്ളാഹു എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത്. നിന്നെയൊക്കെ വെറും കൃഷിയിടമായിട്ടാ കണ്ടുവച്ചിരിക്കുന്നത് തള്ളാഹുവിന്റെ പുസ്തകത്തിനകത്ത്. നീയൊക്കെ വെറും ഏതവനും വന്ന് കേറി ഇറങ്ങി മേനിട്ട് കിളച്ചോണ്ട് പോകാനുള്ള കൃഷിയിടമാ നീയൊക്കെ. അതാ നിന്റെ തള്ളാഹുവിന്റെ പുസ്തകത്തിന്റെ മാഹാത്മ്യം. അതിനെയും പൊക്കിപ്പിടിച്ചോണ്ട് അപ്പിക്കുപ്പായത്തിനകത്ത് തൂറാൻ വേണ്ടിയിട്ട് നിനക്കൊക്കെ തന്ന ഉടുപ്പ ഈ അപ്പിക്കുപ്പായം എന്ന് പറയുന്ന സാധനം. അതിനെയും പൊക്കി പിടിച്ചോണ്ട് ഇട്ടുകൊണ്ട് നടന്നിട്ട് നമ്മന്റെ മതക്കാരുടെ ശ്രേഷ്ഠതയും പറയാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന തെരുവിൽ നടക്കുന്ന നാടകക്കളി കാണുമ്പോഴുണ്ടല്ലോ കാർക്കിച്ച് തുപ്പാനാ തോന്നുന്നത് വിറ്റുങ്ങളെയൊക്കെ. അബ്ദുൾ റഹ്മാൻ CK, കെട്ടിയോൻ ഇട്ടേച്ച് പോയതിന്റെ കാമഭ്രാന്ത് മറ്റുള്ളവന്റെ മേലിൽ കയറി തീർക്കുകയാണല്ലേ? അബ്ദുൾ റഹ്മാൻ, കെട്ടിയോൻ ഇട്ടേച്ച് പോകുമ്പോഴത്തേക്കും കാമം മൂത്ത് നടക്കാനായിട്ട് ഞാൻ ആയിഷയല്ല, സൗഫാനത്തിരക്ക് ആയിഷ പോയില്ലേ? മമ്മദ് എന്ന് പറയുന്ന കാമഭ്രാന്തൻ ഉണ്ടായിട്ട് പോലും ആ മമ്മദ് കാമഭ്രാന്തൻ വയസ്സ് മൂത്ത് കിളവനായി അവനെ കൊണ്ടൊരു ഗുണവുമില്ല എന്ന് കണ്ടപ്പോൾ 30 കുതിരയുടെ പവറാണെന്നൊക്കെ നിന്റെയൊക്കെ പുസ്തകം തള്ളിമറിച്ചതാ. അവന് ഒരു പവറും ഇല്ലാത്തത് കൊണ്ടും അവനെ ഒന്നിനും കൊള്ളാത്തത് കൊണ്ടും ആയിഷ എന്ന് പറയുന്ന കാമഭ്രാന്തിയാണ് അവനെ വിട്ടിട്ട് എന്ത് ചെയ്തത്? സൗഫാനെ തിരക്കി പോയത്. സൗഫാന മാത്രമല്ല പല സഹാബിമാരെയും തിരക്കി പോയത്. നിന്റെ മതത്തിന്റെയും നിന്റെ കുടുംബത്തിന്റെയും കൂറ. മറ്റേ പെണ്ണുങ്ങളെല്ലാം അങ്ങനെ നീ വെച്ച് കാണരുത്. അത് നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പറഞ്ഞിട്ട് അത് വായിച്ചിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെയൊക്കെ എങ്ങനെ കയറി കാണുന്നേ? ഫാത്തിമയുടെ കൂറ അത്. മനസ്സിലായോ? ഫാത്തിമയ്ക്ക് എന്ത് പറയുന്ന ഇതുപോലെ തോന്നിയിട്ട് ഫാത്തിമയും പോയിട്ടുണ്ട്. സൗഫാന് ആയിഷയ്ക്ക് പോകാമെങ്കിൽ എനിക്ക് പോയാൽ എന്താ എന്ന് പറഞ്ഞ് ഫാത്തിമയും കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട് പലരുടെയും കൂടെ. മനസ്സിലായോ? അതുകൊണ്ട് അതൊന്നും നോക്കി നീ ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? പിന്നെ കെട്ടിയോൻ ഇട്ടേച്ച് പോയതിന്റെ കെട്ടിയോനൊരുത്തനും എന്നെ ഇട്ടേച്ച് പോയില്ല. ഞാനാ കെട്ടിയോനെ വേണ്ടെന്ന് വെച്ചത്. മനസ്സിലായോ? ഒരുത്തന്റെ ഭോഗവസ്തുവായിട്ട് കിടക്കേണ്ട ആവശ്യമൊന്നും സ്ത്രീകൾക്കില്ല ഇവിടെ. ഒരുത്തന്റെയും 24 മണിക്കൂറും ഒരുത്തന്റെ ഭോഗം. നിന്നെപ്പോലുള്ള കാമഭ്രാന്ത് പിടിച്ചവന്മാരെയൊക്കെ
കളഞ്ഞിട്ട് പോകുന്നതാ നല്ലത്. സ്ത്രീയെ സ്ത്രീയായിട്ട് കാണാൻ പഠിക്കാത്തവനെയൊക്കെ. അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ട് പോയതാ. അല്ലാതെ സൗഫാനെ തിരക്കി ആയിഷ പോയതുപോലെ ഞാൻ പോയിട്ടില്ല. മനസ്സിലായോ? എനിക്കതിന്റെ ആവശ്യവുമില്ല. നിന്റെ അമ്മയും നിന്റെ സഹോദരിയും നിന്റെ ഭാര്യയും ഒക്കെ മുലകുടി സഹോദരന്മാരെ തെരഞ്ഞെടുക്കുകയല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും ഉള്ളവരെ അല്ലെങ്കിൽ വന്ന് ഞങ്ങൾ മുലകുടി സഹോദരന്മാർ 10 പ്രാവശ്യം സ്ത്രീകൾ മുല കൊടുത്താൽ മതി, അപ്പോഴത്തേക്കും മുലകുടി സമയം. നിന്റെ വീട്ടിൽ പുരുഷനും സ്ത്രീയും എല്ലാം മുലകുടി സഹോദരന്മാരെന്ന പേരിൽ കയറി ഇറങ്ങുന്നതിന്റെ കാമം നീ എന്നോട് തീർക്കണ്ട. അതിന്റെ വിഷമം നീ എന്നോട് തീർക്കണ്ട. അത് നിന്റെ വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി. അവിടെ പോയിട്ട് അവളുമാരെ പോയി പഠിപ്പിക്കണം. നിനക്ക് ഇത് വന്നിരിക്കില്ലേ, എന്തുവാ നിന്റെ തള്ളാഹു എന്ന് പറയുന്ന ദൈവം നിനക്ക് അനുവാദം തന്നിരിക്കുകയല്ലേ അവളെ കുനിച്ചു ചേർത്തി മുടുകിൽ ഇടിച്ച് ചമ്മന്തി പരുവമാക്കാനും അവളെ കൃഷിയിടമായിട്ട് ഉപയോഗിക്കാനും അവളെ എങ്ങനെ വേണമെങ്കിലും അടുപ്പ്. അപ്പൊ പോയി നല്ലതുപോലെ 2 കൊടുക്ക്. അവളുമാരുടെ കാമം അങ്ങനെയെങ്കിലും തീരട്ടെ. കൊണ്ടുപോയി നല്ല വൃത്തിയാണ് കുനിച്ച് നടത്തുന്ന ഇടി കൊടുക്ക്. എന്തിനാടി നീ എന്നെ വെച്ചിട്ട് കണ്ടവന്മാരെയും മുലകുടി സഹോദരന്മാരെന്ന് പറഞ്ഞിട്ട് കണ്ടവന്മാരെല്ലാം വീട്ടിൽ കയറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് 2 ഇടി കൊടുക്ക്. എന്നിട്ട് നിന്റെ തള്ളാഹു എന്ന് പറഞ്ഞ കാമപ്രാന്തം എഴുതി വെച്ച പുസ്തകം വലിച്ച് കീറിയിട്ട് പറയാം, ഈ സാധനം ഇരിക്കുന്നതുകൊണ്ടല്ലേ നീ കണ്ടവന്മാരെല്ലാം മുലകുടി സഹോദരന്മാരായിട്ട് വീട്ടിൽ കയറ്റി ഇറക്കുന്നേ. നീ കൃഷിയിടമായിട്ടിരുന്നു കൊണ്ട് എല്ലാവർമാർക്കും ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് നീ കയറി കിടക്കുന്നത് ഈ പുസ്തകം എന്ന് പറയുന്ന കാമപുസ്തകം ഇരിക്കുന്നതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് നീ അത് വലിച്ച് കീറി കൊണ്ടുപോയിട്ട് കത്തിച്ചിട്ട് പിന്നെ ക്ലോസറ്റിലിട്ട് വെള്ളം അടിക്കുക. അപ്പൊ നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കുടുംബവും ഒക്കെ ശരിയായിക്കോളൂ. മനസ്സിലായോ? അവരെയൊക്കെ നിനക്ക് തിരുത്താനുള്ള ഏറ്റവും വലിയൊരു മാർഗം അതാ. ഈ തള്ളാഹുവിന്റെ കാമഭ്രാന്തരെ പുസ്തകം കൊണ്ടുപോയി നീ കത്തിക്ക്. അതോടുകൂടി അവരൊക്കെ രക്ഷപ്പെട്ടോളും. അല്ല നീ അടുത്ത സ്ത്രീകളെ തിരക്കൊന്നും ഇങ്ങോട്ട് വരണ്ട. ഒരു കാമഭ്രാന്ത് ഭർത്താവ് വിട്ടേച്ച് പോയി പിന്നെ ഞങ്ങളാ നടക്കുന്നത്. ഞങ്ങൾക്കാ ഈ സൗക്കേട്. എടാ നിന്റെ മതം പഠിപ്പിച്ചു വെച്ച എന്റെ സൗക്കേടാ നീയൊക്കെ തീർക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. സ്ത്രീ എന്താന്ന് പറഞ്ഞ് നിനക്ക് പോലും അറിയത്തില്ല. സ്ത്രീയുടെ സ്വഭാവം എന്താണെന്ന് പോലും അറിയത്തില്ല. സ്ത്രീകൾക്ക് പൊതുവേ കാമം വരാറില്ല പെട്ടെന്ന്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണ്ടേ? എങ്ങനെയാ മദ്രസ പൊട്ടന്മാരല്ലേ നീയൊക്കെ? മതം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതിന്റെ പേരിൽ കയറി ഇറങ്ങി നടക്കുന്ന സ്ത്രീകളായതുകൊണ്ടാണ് അവളുമാർക്ക് ഇത്രത്തോളം കാമം മൂത്ത് കിടക്കുന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങനെ വരാറില്ല. കാരണം ഞങ്ങൾ സ്ത്രീകളായിട്ടാണ് ജീവിക്കുന്നത്. സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കാണുന്ന പുരുഷന്മാരെല്ലാം കാണുമ്പോൾ അയ്യോ അയ്യോ എന്ന് തോന്നേണ്ട കാര്യം ഞങ്ങൾക്ക് വരുന്നില്ല. കാരണം ഞങ്ങളുടെ മതഗ്രന്ഥവും അത് പഠിപ്പിക്കുന്നില്ല. പൊതുവെ സ്ത്രീയുടെ സ്വഭാവത്തിനും അത് പഠിപ്പിക്കുന്നില്ല. നിങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ത്രീകളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന മതഗ്രന്ഥം അങ്ങനെയാണല്ലോ. 10 പുരുഷന്മാർക്കും മുലകുടി സഹോദരന്മാരെന്നുള്ള രീതിയിൽ 10 പ്രാവശ്യം മുലയെടുത്ത് വെച്ച് കൊടുത്ത് അവരെ സഹോദരന്മാരാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ സഹോദരന്മാരാക്കാൻ വേണ്ടി ഇതിനം പ്രതി പുരുഷന്മാർ കയറി വീട്ടിലേക്ക് കയറി ഇറങ്ങിക്കറിഞ്ഞാൽ പിന്നെ അവിടുത്തെ സ്ത്രീകൾക്ക് കാമം വരാതെ പിന്നെ എന്താ വരുന്നത്? അറിയാണ്ട് ചോദിക്കുവാ. 24 മണിക്കൂറും പുരുഷന്മാർ കയറി ഇറങ്ങി നിന്റെയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മുല കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തയ്യാറായി നിന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സ്ത്രീകൾക്ക് കാമം അല്ലാണ്ട് പിന്നെ വേറെ എന്തുവാ വരുന്നത്? ഞങ്ങൾക്കൊന്നും അതില്ലേ. ഞങ്ങളൊക്കെ മനുഷ്യനായിട്ടാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല. ഇതിനു വേണ്ടി ചാകാനും മരിക്കാനും ഒന്നും ഞങ്ങളെ പഠിപ്പിച്ചു വെച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യവുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. വേശ്യാലയത്തിലും കൂറിയായിട്ട് ജീവിക്കാൻ ഇപ്പോഴേ പ്രാക്ടീസ് എടുപ്പിക്കുമല്ലേ പിള്ളേരെ? ഇപ്പോഴേ പ്രാക്ടീസ് കൊടുക്കുകയല്ലേ വീടുകളില്? അമ്മയും സഹോദരിക്കും മകൾക്കും ചേച്ചിക്കും അനിയത്തിക്കും എല്ലാം കൂടി. കാരണം സ്വർഗത്തിൽ പോയ 72 എങ്ങനെയാണ് 72 ഒരുമിച്ചിട്ട് ഭോഗിക്കാനുള്ളതല്ലേ? അപ്പൊ പ്രാക്ടീസ് ഇപ്പോഴേ കിട്ടിയിട്ടല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പോയിരുന്ന് പ്രാക്ടീസ് കൊടുക്കുമല്ലേ നിങ്ങള് വീടുകളിൽ തന്നെ ഇപ്പൊ തന്നെ? അതുകൊണ്ടല്ലേ മദ്രസ പഠനങ്ങളിലും പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, സൂപ്പർ. വേശ്യാലയത്തിൽ എങ്ങനെ വ്യഭിചാരം ചെയ്യണമെന്നുള്ള പ്രാക്ടീസ് ഇപ്പോഴേ ഭൂമിയിൽ നിന്നും എടുത്തോണ്ട് പോവുക. പൊട്ടിത്തെറിച്ച് ചത്ത് അവിടെ പോയി 72 ഹൂറിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അമ്മയും വരും, മോളും വരും, ചേച്ചിയും വരും, അനിയത്തിയും വരും. എല്ലാവരും നിരന്ന് കട്ടലിങ്ങനെ കിടക്കും 72 കൂട്ടത്തില്. ആഹാ, എന്നാ നല്ല സംസ്കാരം. ഭൂമിയിലെ സംസ്കാരം സൂപ്പർ. ഇവന്മാരാ നടക്കുന്ന അടുത്ത പെണ്ണുങ്ങളെ പറയാനായിട്ട് പോടാ പോയി ചാകട, തൂങ്ങിച്ചാകടാ. നീയൊക്കെ നാണമില്ലടാ നിനക്കൊക്കെ അത് സംസാരിക്കാനായിട്ട്? തള്ളാഹുവിന്റെ പുസ്തകത്തിന്റെ മഹിമയെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ തൂങ്ങിപ്പിടിച്ചോണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ നീയൊക്കെ ലജ്ജിച്ച് തല താഴ്ത്ത്. സെപ്റ്റിക് ടാങ്കിനേക്കാളും കഷ്ടമായ പുസ്തകത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തൂറാനെന്ന് പറയുന്ന പുസ്തകം ഞാൻ തൂറാനെന്ന് പറയുന്ന ചുമ്മാതെയല്ല, അത് വെറും കേവലം തീട്ടത്തെക്കാളും കഷ്ടമായതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ മാഹാത്മ്യം അത്രയ്ക്കത്രയ്ക്കേ ഉള്ളൂ. അതിനെയും താങ്ങി പിടിച്ചുകൊണ്ട് നീയൊക്കെ നടന്നിട്ട് നീയൊക്കെ ഒരു കൂസലും ഇല്ലാതെ വന്നിട്ട് പറയാനായിട്ട് നിന്റെയൊക്കെ ചങ്കുറ്റുന്നുണ്ടല്ലോ. സമ്മതിച്ചു തരണം. സെപ്റ്റിക് ടാങ്കിനേക്കാളും വൃത്തികെട്ട വർഗ്ഗങ്ങള് ന്യായീകരിച്ച് തള്ളാൻ വേണ്ടി നടക്കുക. ന്യായീകരിച്ച് തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റവും മനസ്സും കണീരടാ വൃത്തികെട്ടവന്മാരെ. നീയൊക്കെ മതത്തിന്റെ കാമഭ്രാന്തിന്റെ പിടിച്ച് തൂങ്ങിക്കിടക്കാതെ ആ മതത്തിന്റെ ചിന്തയിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടി വന്നിട്ട് നീയൊക്കെ തെറ്റാണെന്നും ശരിയാണെന്നും കാണാനുള്ള മനസ്സ് വെക്കേ.
തള്ളാഹു എന്ന് പറഞ്ഞ ദൈവനെ ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് ബോധം വേണ്ടേ, ചിന്തിക്കണ്ടേ? 72 കൂറിയ 24 മണിക്കൂറും അവിടെ ഒരുത്തം ഭോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ എത്രയോ ലക്ഷങ്ങൾ, ഇപ്പൊ തന്നെ 700 കോടി എങ്ങാണ്ടാ, 350 കോടി എങ്ങാണ്ടുണ്ട്, 300 കോടി എങ്ങാണ്ടുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ. അങ്ങനെയാണെങ്കിൽ ആ 1400 വർഷം തൊട്ട് ഇന്ന് വരെയുള്ള ഇസ്ലാമിന്റെ കണക്കെടുത്ത് വെച്ച് നോക്കുമ്പോ എത്ര ആയിരം കോടി എന്നാന്ന് ആലോചിച്ച് നോക്കിയ നീയൊക്കെ. ഈ ഇത്രായിരം കോടി വരുന്ന സ്വർഗത്തിൽ ഇങ്ങനെ 24 മണിക്കൂറും മാറിയും തിരിഞ്ഞും 72 കോടിയുടെ കൂടെ കയറി കിടക്കുന്ന ഈ സ്വർഗത്തെയൊക്കെ സങ്കല്പം കാണാനായിട്ട് പറ്റുമോ മനുഷ്യർക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 72 മണിക്കൂറും 72 കൂറികളോട് 24 മണിക്കൂറും ഈ കോടാനുകോടി ജനങ്ങൾ കിടന്ന് 24 മണിക്കൂറും ഈ വേശ്യാലയത്തിൽ ജീവിക്കുന്ന തരത്തിലുള്ള ജീവിതം ഒന്നാണ് സങ്കല്പിച്ച് നോക്കിയേ നിങ്ങൾ. സങ്കല്പത്തിന് പോലും പറ്റുമോ ഇതൊക്കെ? എന്നിട്ടും മതഭ്രാന്ത് പിടിച്ചവന്മാർക്ക് ഒരു ബുദ്ധിയും ബോധമില്ല. തലച്ചോറില്ലേടാ നിനക്കൊക്കെ? എടാ നിനക്കൊന്നും തലച്ചോറില്ലേടാ? ചിന്തിരടാ സ്വയമേ ഇരുന്നിട്ട്. അയ്യോ ഇത് പറയുന്നതിൽ ന്യായം ഉണ്ടല്ലോ. ഇത് ഇങ്ങനെയായിരിക്കുമോ സ്വർഗം എന്ന് പറഞ്ഞാൽ? സ്വർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 24 മണിക്കൂറും ഭോഗിച്ചുകൊണ്ടിരുന്നാൽ അപ്പൊ എവിടെ എന്തോ ആയിരിക്കും അവിടുത്തെ അവസ്ഥ. അതും നിത്യത, നിത്യോനന്തകാലം. 24 മണിക്കൂറും ഭോഗവും വെള്ളമടി പെണ്ണുപിടി, വെള്ളമടി പെണ്ണുപിടി, വെള്ളമടി പെണ്ണുപിടി. നമ്മുടെ രാജ്യത്ത് സാധാ ഭൂമിയിൽ സദാചാരത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ പോലും സ്വർഗത്തിൽ ഹലാലാക്കി കൊടുത്തിരിക്കുന്ന തള്ളാഹു എന്ന് പറയുന്ന ഒരു സാത്താൻ. എടാ ഇനിയെങ്കിലും മനസ്സിലാക്കട, അവൻ സാത്താനായത് കൊണ്ടാണ്. എടാ ഭൂമിയിൽ പോലും മനുഷ്യൻ സദാചാരത്തിന് നിരക്കാത്ത കാര്യങ്ങളെ അവനത് ഹലാലാക്കി നിങ്ങൾക്ക് തരണമെങ്കിൽ അവൻ സാത്താനായത് കൊണ്ടല്ലേ? അവൻ ദൈവമാണെങ്കിൽ ഇത് ചെയ്തു വരുമോ? ദൈവമാണെങ്കിൽ അവൻ ഇങ്ങനെ പറയുമോ? തലച്ചോറുണര്, വിവരം കെട്ട ജനതയെ തലച്ചോറുണ, എണിയെങ്കിലും തലച്ചോറുണര്. നീ ഒന്നും മദ്രസ പൊട്ടന്മാരായിട്ട് ജീവിക്കാതെ ലോജിക്കായിട്ടെങ്കിലും ചിന്തിരും. ഭൂമിയിൽ മനുഷ്യൻ പോറും ഇത് സദാചാരക്കേടായിട്ടാണ് കാണുന്നത്. വേശ്യാലയത്തിൽ പോകുന്നതും വെള്ളമടിക്കും. നീ നിന്റെ മോളെ കൊടുക്കുവോ? അല്ല അറിയാണ്ട് ചോദിക്കുവാ. സ്വർഗത്തിൽ ഇത് ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞ് ഭൂമിയിൽ നിന്റെ മോളുടെ കൂടെ നീ പോയി കിടന്ന് ക്ഷയിക്കുവോ? അല്ലെ നിന്റെ അമ്മയുടെ കൂടെ പോയി കിടന്ന് ക്ഷയിക്കുവോ? നീ ക്ഷയിക്കുന്നവന്മാര് കാണും, കാണുമ്പത്തിലായിരിക്കുന്ന മതഭ്രാന്തി പിടിച്ചവന്മാര് കാണും. കാരണം സ്വർഗത്തിലെ ഊറി ഹലാലാൽ അമ്മയും മോളും ഒക്കെ സ്വർഗത്തിലെ ഊറികളാണ്. അപ്പൊ പിന്നെ ഇവിടെ കിടന്ന് ജയിച്ചാൽ എന്താന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഭ്രാന്തന്മാര് കാണും സമൂഹത്തില്. എന്നാൽ പോലും മമ്മദ് കാമഭ്രാന്തൻ 6 വയസ്സുകാരി ആയിഷയെ പോയി കെട്ടിയില്ലേ? അവളെ ഭോഗിച്ചില്ലേ? എങ്ങനെയാ അവന് മനസ്സ് വന്ന് വൃത്തികെട്ടവന്? എടാ കാമഭ്രാന്തൻ മമ്മദ് എന്ന് പറയുന്നവൻ, ഇങ്ങനെ മൂത്ത് നരച്ച് കിടക്കുന്നവൻ, ഇത്രാവട്ടത്തിൽ ഇങ്ങനെ എത്രയും പൊക്കമുള്ളവൻ, 6 വയസ്സുകാരി എന്ന് പറയുമ്പോൾ കൂടിപ്പോയി 8.5 വയസ്സുണ്ടായിരുന്നു അവളെ ഭോഗിക്കുന്ന സമയത്ത്. ഇവന്മാർ ന്യായീകരിച്ച് തള്ളുന്ന എങ്ങനെയാണെന്നറിയാമോ? 6 വയസ്സിൽ കല്യാണം കഴിച്ചെങ്കിലും ആയിഷയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് 9ാമത്തെ വയസ്സല്ലല്ലോ. 6 വയസ്സ് 9ാം വയസ്സിൽ ഇങ്ങനെ കിടക്കുവാ ഇവന്മാർക്ക്. നാണം ഉണ്ടോടാ നിനക്കൊക്കെ പറയാനായിട്ട്, ന്യായീകരിച്ച് തള്ളാനായിട്ട്? നാണവും മാനവും ഉണ്ടോ നിനക്കൊക്കെ ന്യായീകരിച്ച് തള്ളാനായിട്ട്? 6 വയസ്സുള്ള ആയിഷയെ കൊണ്ടുപോയി കല്യാണം കഴിച്ചിട്ട് അതിനെ 6 വയസ്സിനെ ഭോഗിക്കുമായിരുന്നു. പക്ഷെ അവൻ ഭോഗിക്കാതെ വിട്ടിട്ട് പോയതിന്റെ പിന്നെ കാരണമുണ്ട്. കാരണം ഉമർ എന്ത് ചെയ്തില്ല, അബൂബക്കർ എന്ത് ചെയ്തില്ല? കാശ് കൊടുത്തില്ല, പണം കൊടുത്തില്ല, സ്ത്രീധനം കൊടുത്തില്ല. എന്നാ പിന്നെ കെട്ടിയവൾ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടിട്ട് പോയി. എന്നിട്ട് കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെയും കളിപ്പാട്ടവും കൂടി എടുത്തോണ്ട് പോയിരിക്കുക. ആഹാ എന്നാ മാതൃകയാണെന്നറിയാവോ? കാമഭ്രാന്തന്റെ മാതൃക നീ എന്താ പിന്തുടരാത്തതെന്നും? പോയി കെട്ടടാ. കിളവന്മാർക്കെല്ലാം നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്ക്, 6 വയസ്സുള്ള മോളെ. എന്തേ നിങ്ങൾ ചെയ്യാത്ത? നിങ്ങളുടെ ഉസ്താദുമാര് കിളവന്മാരൊക്കെ കിടപ്പുണ്ടല്ലോ, ചരിയ ചെയ്യടാ, നിനക്ക് പുണ്യം കിട്ടും. നീയൊക്കെ അബ്ദുൾ റഹ്മാൻ CK പുസ്തകം കാമഭ്രാന്തിയെ വല്ലാതെ ഇടങ്ങേറാക്കിയിട്ടുണ്ട് അല്ലേ? അതേടാ, നിന്റെ പുസ്തകം ലോകത്തിലുള്ള എല്ലാവർക്കും ഇടങ്ങേറാക്കിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ലോകത്തിലെല്ലാവർക്കും ഇടങ്ങേറാക്കിയിട്ടുണ്ട്. പിന്നെ കാമഭ്രാന്തി നീ പറഞ്ഞില്ലേ, അത് നിന്റെ അമ്മയും നിന്റെ സഹോദരിക്കും ഇടങ്ങേറാക്കിയിട്ടുള്ളത് കൊണ്ടാണ് അവർ ആ തരത്തിൽ എന്ത് ചെയ്തത് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവിടെ വന്ന് നീ മോങ്ങിയിട്ട് കാര്യമുണ്ടോ? ആ മമ്മദ് കാമഭ്രാന്തന്റെ അടുത്ത് അവൻ പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് ഉസ്താദിനെ തിരക്കി നിന്റെ അമ്മയും സഹോദരിയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിന് നീ ഇവിടെ വന്ന് പറഞ്ഞു മോങ്ങിയിട്ട് കാര്യമുണ്ടോ? അവരെയൊക്കെ പോയി നിലയ്ക്ക് നിർത്താനുള്ള വല്ല വഴിയും നോക്ക്. എന്റെ ഇതിനകത്ത് കയറി വിഷമിച്ചോട്ട് പോകാതെ. നിന്റെ കണ്ണുനീരൊക്കെ കണ്ട് അതിനെ ആശ്വസിപ്പിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. അതൊക്കെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ പുസ്തകം നശിപ്പിക്കണം. എന്നാലേ നിന്റെ വീട്ടിൽ നടക്കുന്ന വൃത്തികേടുകളും കാമഭ്രാന്തും എല്ലാം കൂടി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഒരു തീരുമാനത്തിലെത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ല നീ വന്ന് ഇങ്ങോട്ട് കരഞ്ഞിട്ട് പോയതുകൊണ്ട് കാര്യമുണ്ടോ? ഇവന്മാർക്ക്
പറഞ്ഞു ജയിക്കാൻ ഒന്നുമില്ല. അവന്റെ കാമഭ്രാന്തിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ കാമഭ്രാന്തി എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുക. ഇതാണ് ഇവന്മാരുടെ രീതി. ഈ പൊട്ടന്മാർക്ക് ഇതിൽ കൂടുതലല്ലാണ്ടൊന്നും അറിയത്തില്ല. അവന്മാരുടെ ജീവിത പുസ്തകത്തിന്റെ കാമവും കാമഭ്രാന്തും കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മകളെയും കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അതിനെ ജയിക്കാൻ വേറെ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, നിനക്ക് മെന്റിൽ നിനക്കാണ് മെന്റില് എന്ന് പറയുന്നത് പോലെ തിരിച്ച് ഇങ്ങോട്ട് അങ്ങ് പറഞ്ഞങ്ങടന്ന് ആശ്വസിക്കുക. വേറെ വഴി നിർവാഹമൊന്നുമില്ല. എടാ പോടാ ഊളെ, നിന്റെ അടുത്ത് നിനക്ക് വിവരമില്ലെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്കൊന്നും വിവരമില്ലാതിരിക്കുവാണോ? നിന്റെ വീട്ടിൽ നടക്കുന്ന ചരികളായി ഇവിടെ നിന്ന് നീ കിടന്ന് കരഞ്ഞ് മെഴുകുന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ എന്റെ വീഡിയോ കാണുന്നതിന് ഏകദേശപ്പെട്ടവർക്കും ഉണ്ട്. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ഇവിടെ കിടന്ന് എന്ത് ചെയ്യണ്ട. നീ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടി ഭാരപ്പെടണ്ട. നിന്റെ മോളെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനോട് പോയി പറ, മോളെ ഇടങ്ങേറാക്കല്ലേ, എന്റെ മോളെ ഇങ്ങോട്ട് തിരിച്ചതാ കാമഭ്രാന്തന്റെ പുസ്തകം ഇനി തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വായിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിന്റെ മോളെ മേടിച്ചുകൊണ്ട് ഒന്ന് രക്ഷിക്കാനുള്ള വഴി വല്ലതും നോക്കാം ആദ്യം പോയിട്ട്. നീ എന്റെ പേജിൽ വന്ന് കിടന്ന് വിഷമിച്ച് കരയാതെ, മനസ്സിലായേ? നീ എന്റെ പേജിൽ വന്നിട്ട് വിഷമിച്ച് കരയാതെ നിന്റെ മോളെ പോയി രക്ഷിക്കാനുള്ള വല്ല വഴിയും നോക്കൂ ഉസ്താദിന്റെ കയ്യിൽ നിന്ന്. അതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത്. അതായത് ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നെ അതുകൊണ്ട് കൂടുതലൊന്നും വിഷമിച്ച് കരയാതെ, മനസ്സിലായോ? അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്രകാരം ഈ കാമഭ്രാന്തൻ പറഞ്ഞു കൊടുത്ത രീതിക്കനുസരിച്ച് ഇവന്മാർക്ക് ചരിയെ പിന്തുടരണമെങ്കിൽ ആദ്യം പിന്തുടരേണ്ട ചരിയ എന്ന് പറയുന്നത് എല്ലാവന്മാരും അവനവന്റെ 6 വയസ്സുകാരിയായ പെങ്കൊച്ചിനെ കൊണ്ടുപോയി 58ഉം 60ഉം വയസ്സുള്ള മുതുക്കൻ ഉസ്താദുമാർക്കെല്ലാം കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കണം. സമസ്തയുടെ നേതാവിന് കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കണം. അത് ഏറ്റവും വലിയൊരു പുണ്യമാണ്. കാരണം മുഹമ്മദ് കാമഭ്രാന്തന്റെ വംശപാരമ്പര്യത്തിൽ വന്ന് കിടക്കുകയല്ലേ തങ്ങള്. തങ്ങള് കുടുംബം വലിയ ചെറിയല്ലേ. നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചെറിയ ചെയ്താൽ നേരെ സ്വർഗത്തിൽ പോകാം. ഒറ്റ വേറെ പണിയൊന്നും നിങ്ങൾക്ക് കാണണ്ട. മുഹമ്മദ് കാമഭ്രാന്തന്റെ വംശപാരമ്പര്യത്തിൽ വന്ന് കിടക്കുകയാണ് തങ്ങള് കുടുംബം എന്നാ പറഞ്ഞിരിക്കുന്നത്. സമസ്തയുടെ നേതാവിന്റെ കുടുംബം. ആ കിളവന് കൊണ്ടുപോയി നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്ക്. നിന്റെയൊക്കെ മോളെ കൊണ്ടുപോയി 6 വയസ്സുകാരിയെ കൊണ്ടുപോയി ഏറ്റവും ടോപ്പിലിരിക്കുന്ന കിളവന്മാർക്കെല്ലാം കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്ക്. എന്നിട്ട് ആ ചര്യ അങ്ങ് പിന്തുടര്. ഇത് മുഹമ്മദ് കാമഭ്രാന്തൻ പഠിപ്പിച്ചു തന്നതാണ് ഈ ചര്യ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്ക്. എന്തേ അത് ചെയ്യാതിരിക്കുന്നത്? നമുക്കറിയാം അല്ലേ, ആ തൊട്ടി ചെയ്തത് വെറും തൊട്ടിത്തരവാണെന്നും ആ മുഹമ്മദ് കാമഭ്രാന്തൻ ചെയ്തത് വെറും തൊട്ടിത്തരമാണ്. ആ തൊട്ടിത്തരം നമ്മൾ ചെയ്യാൻ പോയാൽ ശരിയാകത്തില്ല. അത് ഈ കാലത്തിന് ചേർന്നതുമല്ല. ഈ കാലത്തിനല്ല എക്കാലത്തും ഇത് ചേർന്നതല്ല എന്ന് പറഞ്ഞ് നമുക്കറിയാം അല്ലേ. നമ്മൾ ചെയ്യില്ല അല്ലേ. എന്നിട്ടും നിങ്ങൾക്ക് മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ അല്ലേ അവൻ, ഈ വൃത്തികെട്ടവൻ. എന്നിട്ടും നിങ്ങൾക്ക് അവനെ പറയുമ്പോ കുത്തുനബി മുത്തുനബി എന്നല്ല ഹല്ലല്ല സലഹല്ല വല്ലവല്ലല്ല എന്തോന്ന് നാണവും മാനവും ഉണ്ടോടാ നിനക്കൊക്കെ? എടാ ഒരു ഉളുപ്പെന്ന് പറഞ്ഞത് വേണ്ടേ നിനക്കൊക്കെ? അപ്പൊ പറയും സഹോദരി നമ്മൾ എല്ലാ മതത്തെയും ബഹുമാനിക്കണം സഹോദരി, നമ്മൾ അങ്ങനെ മറ്റു മതക്കാരെ കുറ്റം പറയരുത് സഹോദരി എന്ന് പറഞ്ഞ് കുറച്ചു പേര് വരും. എടാ ഒരു മതത്തിന്റെ ഗുണം പറഞ്ഞ് നിനക്കൊക്കെ കിടക്കാനുള്ള അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇതൊന്നും പറയാനായിട്ട് എന്റെ അടുത്ത് വരത്തില്ല. മനസ്സിലായോ? ഒരു ഉളുപ്പെന്ന് പറഞ്ഞത് ഇവന്മാർക്കുണ്ടെങ്കിൽ എങ്കിൽ എന്ത് ചെയ്യത്തില്ല, ആശിഷ് പി ശശി, സംഖ്യ ആൻഡ് സുഡു ഒരുപോലെ തന്നെയാണ്. സംഖ്യയും സുഡുവും എങ്ങനെയാ ഒരുപോലെയാകുന്നത്? ആശിഷ് പി ശശി, നീ കൊണ്ടുപോയി നിന്റെ തൊഴുത്തിൽ എന്ത് ചെയ്യണ്ട, സംഖ്യയെ കൊണ്ടുപോയി കെട്ടണ്ട. മനസ്സിലായോ? സംഖ്യകള് കാമഭ്രാന്ത് പിടിച്ചുകൊണ്ട് കാണുന്ന പെണ്ണുങ്ങളെല്ലാം ഭോഗിക്കാൻ വേണ്ടി കയറി ഇറങ്ങി നടക്കാറില്ല.
നിന്റെ മമ്മദ് കാമഭ്രാന്തം പറയുന്ന കണക്ക്. മനസ്സിലായോ? ആശിഷ് പി ശശി വന്നിരിക്കുന്നു സംഖ്യയെ തൊഴുത്തി കൂടെ കൊണ്ടുപോയി കെട്ടാനായിട്ട്. അങ്ങനെ സംഖ്യകളെ കൂടെ കൊണ്ടുപോയി കെട്ടണ്ട. അങ്ങനെ തൊഴുത്തില് സംഖ്യകളുടെ ഒരു പുസ്തകത്തിനകത്തും പറഞ്ഞിട്ടില്ല പോയി എന്ത് ചെയ്തു നിങ്ങൾ പോയി സംഖ്യകളുടെ ഒരു ദൈവവും പറഞ്ഞു കൊടുത്തിട്ടില്ല കാണുന്ന പെണ്ണുങ്ങളെല്ലാം പോയി ബലാത്സംഗം ചെയ്യുവാനും എന്റെ മതത്തിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുപോകാനൊന്നും സംഖ്യകളോട് ഒരുത്തരും പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിലായോ? സംഖ്യകൾ അങ്ങനെ ചെയ്യാറുമില്ല. അവരെല്ലാം മനുഷ്യരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവർ ജീവിച്ച സമൂഹത്തിൽ തന്നെ ഇത്രയും കാലം മനുഷ്യ സമൂഹം ജീവിച്ചുകൊണ്ടിരുന്നത്. അവർ ജീവിച്ച സമൂഹത്തിൽ തന്നെയാണ് ഇത്രയും കാലം സകല മനുഷ്യ സമൂഹം ജീവിച്ചുകൊണ്ടിരുന്നത്. ആരും സംഖ്യകൾ ഞങ്ങളെ കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്യുന്നേ, ഞങ്ങളെ അടിച്ചോടിക്കുന്നേ, ഞങ്ങളെ നാട് കടത്തിയേ, ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്തേന്ന് പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യരും ഇന്ന് വരെയും ഇന്ത്യയിൽ പരാതി പറഞ്ഞിട്ടുമില്ല. സംഖ്യകൾ ഞങ്ങൾ ബലാത്സംഗം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മന്റെ കാമഭ്രാന്തന്മാരുടെ നാട് അങ്ങനെയല്ലല്ലോ. കാമഭ്രാന്തന്മാരുടെ നാട്ടിൽ മുഴുവനും കൊള്ളയും കൊലയുമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫഹദ് കുട്ടിയം 11 KV ലൈനിലൊന്ന് പിടിച്ചു നോക്കുക, എല്ലാം ശരിയാകും. ദേ നിന്റെ തൊട്ടടുത്തൊരു മോളിരിപ്പില്ലേ, അവളെ കൊണ്ട് ഉസ്താദിനൊന്ന് കൊടുത്തു നോക്കുക, അതെല്ലാം ശരിയാകും. നിന്റെ കിളിയെല്ലാം നേരെയാകും. 11 KV ലൈനിലൊന്ന് ഞാൻ പിടിച്ചു നോക്കുമ്പോൾ ഞാൻ ശരിയാകണോ വേണ്ടയോ എന്നുള്ളതിനേക്കാളും ഉത്തമം നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ കുട്ടിയില്ലേ, നിന്റെ ഫോട്ടോയ്ക്കകത്തിരിക്കുന്ന മമ്മദിന്റെ ചരിയ അനുസരിച്ചാണെങ്കിൽ 6 വയസ്സുകാരി ഇതിനെ കിട്ടിയാലും മമ്മദ് എന്ത് ചെയ്യും, വേണമെങ്കിൽ കൊണ്ടുപോയി ഉപയോഗിച്ചേനെ. ഇപ്പൊ മമ്മദ് ഇല്ലാത്തത് കൊണ്ട് മമ്മയുടെ പിന്തലമുറക്കാരായിട്ട് നിങ്ങളുടെ ഉസ്താദുമാരെല്ലാം കിടപ്പുണ്ട്. കൊണ്ടുപോയി ഉസ്താദിന് കൊടുത്തിട്ട് നിന്റെ ആ ചരിയയുടെ കർമ്മം പൂർത്തിയാക്കി നീ ആശ്വാസം അടഞ്ഞ ഒരിടത്ത് മാറിക്കോ. അതായിരിക്കും നിനക്ക് നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നീ തന്നെ സ്വയം പോയി 11 KV ലൈനിൽ പോയി പിടിച്ച് തൂങ്ങിച്ചാക്. കാരണം അതാ നിനക്ക് നല്ലത്. കാരണം ഈ മതത്തിൽ കിടന്നിട്ട് ഒരു ഗുണവും പ്രയോജനവും നിനക്കില്ല. മമ്മദിന്റെ കാമഭ്രാന്ത ചര്യകളെല്ലാം ചെയ്ത് ജീവിക്കേണ്ട ഗതികേടാണ് നിനക്ക്. അപ്പൊ അതിന് പ്രകാരം മോളെയും കൊണ്ട് കൊടുത്തിട്ട് നീ ആത്മഹത്യയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മനസ്സിലായോ? അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ വിഷമിച്ച് ചാകാതെ നീയൊക്കെ. ലോകം അത്രത്തോളം ഭയാനകതയിൽ കിടക്കുക. ഇവന്മാരുടെയൊക്കെ കൂട്ടത്തിൽ ജീവിക്കുന്നത് തന്നെ മനുഷ്യന് പേടിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. പേടിയായിട്ട് ഇവന്മാരുടെ ഇടയിൽ താമസിക്കുമ്പം ഏത് നേരമടാ ഇവന്മാരുടെ കയ്യും കാലും പ്രവൃത്തികളും ഒക്കെ പൊങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് ഇവന്മാരുടെ സമൂഹത്തിൽ ഇങ്ങനെ ഹലാലാക്കി കൊടുത്തു വെച്ചിരിക്കുകയല്ലേ ഇത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു പുസ്തകം, അങ്ങനെ ഒരു ദൈവഗ്രന്ഥം എന്ന് പറയുന്ന ഒരു മതഗ്രന്ഥം ഇവർക്ക് ഇതെല്ലാം ഹലാലാക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇവന്മാരുടെ ഇടയിൽ എങ്ങനെയാണ് ധൈര്യത്തോടെ മനുഷ്യ സമൂഹത്തിൽ താമസിക്കാൻ പറ്റുന്നേ? അതൊരു ഭയാനകമായ കാര്യമല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും ഇവരുടെ പ്രവൃത്തികളും ഇവരുടെ വാക്കുകളും ചെയ്തികളും കാണുമ്പോൾ നമുക്ക് ഭയം കൂടുകയാണ് ചെയ്യുന്നത്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നതിന് ന്യായീകരിച്ചു വരുമ്പോൾ നമുക്ക് ഭയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവന്മാരുടെ ഇടയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂല്ല. ഈ മതഭ്രാന്തി പിടിച്ച ഓരോരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല. ഇവരെ മതത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ നമ്മളോട് സംസാരിക്കാൻ വരുന്നത്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അയൽവക്കത്ത് അടുപ്പിക്കാനും പാടില്ല ഇവനെയൊക്കെ ഒന്നും. കാരണം ഇവന്റെ മതം എപ്പോഴും ഇവരെ തലച്ചോറിൽ കിടക്കുകയാണ്. അത് എപ്പോഴും പൊന്തി വരും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും ഇവന്മാർക്ക് ചെയ്യുവാൻ ഇവന്മാർ കടപ്പെട്ടും ബാധ്യസ്ഥനുമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം ഇവന്മാരുടെ ഇടയിൽ താമസിക്കുമ്പം. പണ്ടൊന്നും ഇല്ലാത്ത കണക്ക് ഇപ്പം കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ. കഴിഞ്ഞ ദിവസം മന്ത്രി അബ്ദുൾ റഹ്മാൻ അത് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. മന്ത്രി അബ്ദുൾ റഹ്മാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏതോ ഒരുത്തൻ പറഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കുകൊള്ളരുത്, കേക്ക് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോ മന്ത്രി അബ്ദുൾ റഹ്മാൻ മതേതരവുമായിട്ട് രംഗത്ത് വന്നു. ഇങ്ങനെയുള്ളവരെയൊക്കെ തുറങ്കിലടയ്ക്കുകയാണ് വേണ്ടത്. അതെന്താണ് അങ്ങനെ കേക്ക് കഴിക്കാൻ പറ്റില്ല, ക്രിസ്ത്യാനികളുടെ ഇതിനകത്ത്, അതായത് ഞങ്ങൾ മതേതരം എന്ന് പറയുന്ന രീതിയിൽ വരികയാ അബ്ദുൾ റഹ്മാൻ മന്ത്രി. ഇത്രയും കാലം ഇസ്ലാം മതത്തെ ഒന്ന് പെയിന്റ് അടിക്കാൻ കിട്ടിയ അവസരം ഒന്ന് പൊക്കി പിടിച്ചുകൊണ്ടങ്ങ് വരുക. അപ്പോഴത്തേക്കും ക്രിസ്ത്യാനികള് ഹിന്ദുക്കളെല്ലാം അയ്യോ മതേതരനായ മന്ത്രി റഹ്മാന് കൊടുക്കടാ കൈ. എന്തേ അവനെ പിടിച്ചകത്തിടാൻ അറിയത്തില്ലായിരുന്നോ? മന്ത്രി അബ്ദുൾ റഹ്മാൻ അവനെ പിടിച്ചകത്തിടാൻ അറിയില്ലേ? അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തുവാണെങ്കിൽ അവന് കൊടുക്കാനിരിക്കുന്ന അവൻ സമൂഹത്തിൽ മതസൗഹാർദ്ദം നഷ്ടപ്പെടുത്തുക രീതിയിലല്ലേ പെരുമാറിയതും സംസാരിച്ചതും? എങ്ങനെയുണ്ട്? അവൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ഇങ്ങനെയുള്ളവരെ തുറങ്കിൽ അടയ്ക്കുകയാണ് വേണ്ടത്. അവന് കേസ് കൊടുക്കാൻ അറിയത്തില്ലേ? അവന് പോയി ഞങ്ങളുടെ ദേശത്തെ മതസൗഹാർദ്ദം നശിപ്പിച്ചു.
അതിന് വിള്ളലുളവാക്കുന്ന രീതിയിലുള്ള മതപ്രസംഗങ്ങൾ നടത്തി. ഇത്ര ആക്ട് പ്രകാരം 3 വർഷം വരെ അവനെ തടവിലടയ്ക്കാനുള്ള വകുപ്പുണ്ട്. മന്ത്രി റഹ്മാന് ചെയ്യാൻ അറിയത്തില്ലേ? നല്ല കയ്യിൽ പദവി ഉണ്ടല്ലോ, മന്ത്രി പദവിയും കൂടി ഉണ്ടല്ലോ. നീ ഒന്ന് പുഷ് ചെയ്താൽ പിടിച്ച് അവനെ പിടിച്ച് അകത്തിടാവുന്നല്ലേ ഉള്ളൂ. എന്തേ ചെയ്യാത്തത്? അപ്പൊ ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും പൊട്ടന്മാരാക്കാൻ എളുപ്പമായമാർക്ക്. മനസ്സിലായോ? അയ്യാ, ഇത് കേട്ടിട്ട് ക്രിസ്ത്യാനികളുടെയൊക്കെ ഹിന്ദുക്കളുടെയൊക്കെ ഏഷ്യനെറ്റിലെയും അവിടത്തേക്ക് വാർത്താ ചാനലുകളൊക്കെ വന്നിരുന്നിട്ട് അവർ കൊടുക്കുന്ന ലൈക്കും കമന്റും ഒക്കെ കേട്ടാ നീയൊക്കെ ബെസ്റ്റ് പൊട്ടന്മാരിൽ നിന്ന് സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് തോന്നാത്തത് പിന്നെ എങ്ങനെയാ? നിന്നെയൊക്കെ പൊട്ടന്മാരാണെന്ന് അവന്മാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നിന്റെയൊക്കെ കയ്യിലിരിപ്പിനാ. ഏതെവനെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയ്യോ കണ്ടോ സ്നേഹം, കണ്ടോ സ്നേഹം കണക്കോട്ട് ഇങ്ങനെ ഇരിക്കണം മന്ത്രി, ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അബ്ദുൾ ഫൈസി അമ്പലക്കാട്, അവന്റെ പേര് അതാണോ? അബ്ദുൾ ഫൈസി അമ്പലക്കാട് എന്നാണോ? അബ്ദുൾ റഹ്മാൻ എന്നല്ലേ? ഏതോ ഒരുത്തൻ മന്ത്രി ഇരുന്നിട്ട് പറയുകയാണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അതെന്താ ക്രിസ്ത്യാനികളുടെ കേക്ക് കഴിച്ചാലെന്താ? അതെന്താ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആശംസകൾ പങ്കിട്ടാലെന്താ എന്താ അവൻ ചോദിക്കുക. അങ്ങനെ അവൻ ചോദിച്ചിട്ട് അവൻ ഡയലോഗ് ഇടുക. എന്തുവാ ഇനി ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ച് അകത്തിടും, ഇവനെയൊക്കെ അകത്തിടാൻ തുറങ്കിലടക്കണം എന്നൊക്കെ പറഞ്ഞല്ലാണ്ട് എന്തേ കൊണ്ടുപോയി അകത്തിടാത്ത? ഒരെണ്ണത്തെ പിടിച്ച് നീയൊക്കെ അകത്തിട്ട തീരാവുന്നതല്ലേ ഉള്ളൂ പ്രശ്നം. ഇമാതിരി പറയുന്ന നിന്റെയൊക്കെ വർഗത്തിൽപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നവൻ. അവൻ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാ അവിടെ. ഇവനെയൊക്കെ പിടിച്ച് ഒരു പ്രാവശ്യം നീ അകത്തിട്ട് കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ പ്രശ്നം. ഒറ്റ പ്രാവശ്യം നീയൊക്കെ രംഗത്തിറങ്ങി ഈ പറയുന്നവന്മാരെയെല്ലാം ഒന്ന് പിടിച്ച് അകത്തിട്ട് നോക്കിയേ, അതോടുകൂടി തീരും ബാക്കിയുള്ളതൊക്കെ. എന്താ ചെയ്യാത്തത്? ചെയ്യില്ല അല്ലേ? ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും അങ്ങ് മതസൗഹാർദ്ദത്തിൽ വീണ്ടും കുളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക എല്ലാവരും, വാക്കുകൊണ്ടും സോപ്പ് കൊണ്ടും. ഇത് എവിടെ പോയി അവസാനിക്കാനാണെന്ന് ഒരു പൊട്ടന്മാരും മനസ്സിലാക്കുന്നില്ല. എല്ലായിടത്തും മതം കലർത്തി 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 നാടിനെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ജന്മങ്ങള്. മനസ്സിലായോ? എല്ലായിടത്തും മതം തിരികെ കയറ്റി ഇത്ര നാളും ഇല്ലാത്ത ഇവന്മാരുടെ ഇടയിൽ താമസിക്കുന്നത് തന്നെ ഭയാനകമാണ് പ്രിയ സഹോദരങ്ങൾ. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഇവന്മാരുടെ പരിസരങ്ങളിൽ പോകുന്നത് തന്നെ ഭയാനകം പിടിച്ച കാര്യമാണ്. കാരണം ഇവന്റെയൊക്കെ മനസ്സിനകത്ത് മുഴുവൻ സ്ത്രീ എന്ന് ഇപ്പൊ കണ്ടില്ലേ ഓരോരുത്തന്മാർ ഇവന്റെയൊക്കെ മനസ്സിനകത്ത് സ്ത്രീ എന്ന് പറയുന്നതേ ഭോഗിക്കാനുള്ള വസ്തുവായിട്ട് അവന്മാർ കണ്ടുവച്ചിരിക്കുന്നത്. അതിൽ കവിഞ്ഞതൊന്നുമില്ല ഇവന്മാർക്ക്. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന് പറയുന്നവൾക്ക് ഇവന്മാരുടെ വീടുകളിലോ ഇവന്മാരുടെ പരിസരത്തോ ജോലിക്ക് പോലും പോകാൻ പറ്റത്തില്ല. ഇവന്മാരുടെ കാഴ്ചപ്പാട് മമ്മദ് കാമഭ്രാന്തൻ എങ്ങനെ തോന്നിയോ മറ്റു സ്ത്രീകളെ കാണുമ്പം അത് തന്നെയേ പോയി തോന്നത്തുള്ളൂ. അവന്റെ ചര്യയെ പിന്തുടരുന്ന ഉമ്മാർക്ക് അതല്ലേ തോന്നത്തുള്ളൂ. അതിൽ കവിഞ്ഞത് എന്തെങ്കിലും വരുമോ? വരത്തില്ലല്ലോ. സൗദിയുടെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് നിന്ന് മേരി കോപ്റ്റിനെ പോയിട്ട് എന്ത് ചെയ്തു? ബലാത്സംഗം ചെയ്ത് അവളുമായിട്ട് ശയിച്ചവനാ ഈ മമ്മദ് കാമഭ്രാന്തൻ. സൗദ ഭാര്യയായിട്ടിരിക്കുമ്പോ ഇവന് 18 ഭാര്യമാരെപ്പോഴും കിടപ്പുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന് മാറി തിരിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ ഇവന്. ചെറുപ്പക്കാരിയായിട്ട് ആയിഷ വരെ കിടപ്പുണ്ട് ഇവന്. ഇവന്റെ കാമഭ്രാന്ത് തീർക്കാൻ വേണ്ടിയിട്ട് ആയിഷ വരെ കിടപ്പുണ്ട് ചെറുപ്പക്കാരിയായിട്ട്. ആയിഷയ്ക്ക് മക്കൾ പോലും ഇല്ല. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല. അവന്റെ എല്ലാവിധ കാമഭ്രാന്തും അവളോട് തീർക്കാവുന്നതേ ഉള്ളൂ ആയിഷയോട് പോയിട്ട്. എന്നിട്ട് പോലും ഇവൻ എന്ത് ചെയ്തു? സൗദിയുടെ ഭാര്യയായ മേരി കോപ്റ്റിനെ പോയിട്ട് ബലാത്സംഗം ചെയ്തു. അവളുമായിട്ട് ചെയ്യിക്കുക. അവളിൽ ഒരു കുഞ്ഞുണ്ടാക്കി കൊടുത്തു. ആ വേലക്കാരിയെ പോലും വെറുതെ വിട്ടില്ല. ഇതല്ലേ ഉമ്മാരുടെ ജീവിതചര്യ? ഇതല്ലേ ഉമ്മാരുടെ ജീവിതചര്യ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിട്ടും വേലക്കാരിയെടുത്ത് പോലും അവിഹിത ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തുടർമാനം പോയി ജീവിച്ച ഒരു വൃത്തികെട്ടവനെ ഇന്നും വാഴ്ത്തുപാട്ട് പോലെ പാടിക്കൊണ്ടിരിക്കുന്ന ഇവന്മാർക്ക് ഇപ്പോഴും വാഴ്ത്തിപ്പാട്ടിക്കൊണ്ടിരിക്കുന്ന ഇവന്മാർക്ക് മറ്റു സ്ത്രീകളെ കാണുമ്പോൾ അവന്റെ അതേ സ്വഭാവമല്ലേ വരത്തുള്ളൂ. അവന് നല്ലവനെന്ന് പറയുന്നവൻ അവന്റെ സ്വഭാവമല്ലേ വരത്തുള്ളൂ. എടാ, നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിന്റെ കൂട്ടുകാരന്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ മതി എന്നാ പൊതുവെ ഒരു ചൊല്ല്. ഒരു മനുഷ്യൻ ആരാണെന്ന് അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ മതി. കൂട്ടുകാരൻ വെള്ളമടിയും കഞ്ചാവടിയും പെണ്ണുപിടിയനുമാണ്, അവന്റെ കൂടെയാണ് ഇവൻ 24 മണിക്കൂർ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അവന്റെ വാസന ഇവനിലേക്ക് വരും. അതാണ് അതിന്റെ പൊരുള്. അതുകൊണ്ടാണ് പറയുന്നത് നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിന്റെ കൂട്ടുകാരന്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് ഈ മമ്മദ് കാമഭ്രാന്തനെ മുത്തുലബിയും മുദ്ദ് റബ്ബീസും മുദ്ദ് സബീസും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുബൂസും കിബൂസും എന്നൊക്കെ ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത്രത്തോളം ഇവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവനെ വിശ്വസിക്കുന്നുണ്ടാ. ഇവന്മാര് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാ? കഴിഞ്ഞ ദിവസം പലസ്തീനിലെ ഒരു സ്ത്രീ വിളിച്ചു പറയുക, ഇസ്രായേൽ മാധ്യമങ്ങൾ മുഴുവൻ അത് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുക.
നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികളെ തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പലസ്തീനിൽ ഗാസയിൽ യുദ്ധം നടത്തിയാലും നിങ്ങൾ ഇക്കാലത്തൊന്നും യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന്. കാരണം എല്ലാ സ്ത്രീകളുടെ വയറ്റിനകത്തും കിടപ്പുണ്ട് ഓരോ കുഞ്ഞുങ്ങള്. ഞങ്ങൾ വേണമെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും കണ്ടവന്റെ കൂടെ പോയാണെങ്കിലും വയറ്റിനകത്ത് കുഞ്ഞിനെ തരും. എന്തിനാണെന്നറിയോ? നിന്നെയൊക്കെ കൊല്ലാനായിട്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അതായത് പലസ്തീനിൽ ഓരോ സ്ത്രീകളുടെ വയറ്റിനകത്തും ഇപ്പോൾ കിടപ്പുണ്ട് ഓരോ കുഞ്ഞും. ഞങ്ങളിത് പ്രസവിച്ചിട്ടിട്ട് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യും? അടുത്ത കുഞ്ഞിനെ തിരക്കി പോവും. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ചൂട് മുടിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാലത്തൊന്നും ശരിയാണ്, യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല. അതെങ്ങനെയാ പറ്റുന്നേ? കൂട്ടന്മാരുടെ പന്നികൾ പെറ്റുവരിക്കുന്നത് പോലെ പെറ്റുവരികയല്ലേ. ഒരുത്തം പോയി 4 എണ്ണത്തിന് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ കൊടുക്കുകയല്ലേ, ഇതാ പെട്ടിട്ടോ എന്ന് പറഞ്ഞിട്ട്. ഒരുത്തൻ 4 എണ്ണത്തിനും 5 എണ്ണത്തിനും 10 എണ്ണത്തിനും കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ കൊടുക്കുകയല്ലേ, ചുമ്മാ കിടക്കുമല്ലേ. ഇപ്പൊ കൊടുത്തേക്കാമല്ലോ. ഇതല്ലേ തള്ളാഹു എന്ന് പറഞ്ഞ കാമഭ്രാന്തൻ മമ്മദും പറഞ്ഞു കൊടുത്തത്. ഇവൻ യുദ്ധത്തിന് പോയ സമയത്ത് അവിടെയുള്ള സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ശുക്ലം അകത്തൊഴിക്കണോ പുറത്തൊഴിക്കണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് തള്ളാഹുവിന് അറിയാം എത്ര കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ജനിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് നീയൊക്കെ ശുക്ലം അകത്ത് വിട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവനാ ഇവൻ. അല്പം പോലും മനസാക്ഷി ഇല്ലാതെ ഇവൻ വെല്ലടത്തും യുദ്ധത്തിന് പോയിട്ട് വല്ല സ്ത്രീകളെയും കയറി ബലാത്സംഗം ചെയ്തിട്ട് അവന്മാരുടെ നാട്ടിൽ പോവുക. അവിടെ പോലും സ്ത്രീകളെ ഗർഭിണിയാക്കി ഇട്ട് കളഞ്ഞിട്ടാ പോകുന്നത്. മനസാക്ഷി ഇല്ലാത്തവന്മാരെ, എടാ നിന്നെയൊക്കെ ഉണ്ടല്ലോ ഈ ലോകത്ത് ഏത് പദം വെച്ചിട്ടാണ് നിന്നെയൊക്കെ വിളിക്കേണ്ടത്? ഈ ലോകത്ത് ഏത് പദം ഉപയോഗിച്ചിട്ടാണ് നിന്നെയൊക്കെ താരതമ്യപ്പെടുത്തേണ്ടത്? ആ മമ്മദ് കാമഭ്രാന്തൻ യുദ്ധത്തിന് വല്ലയിടത്തും പോയിട്ട് അവിടെയുള്ള ഭർത്താക്കന്മാരെല്ലാം കൊന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക. ബലാത്സംഗം ചെയ്തപ്പോൾ സഹാബിമാർക്കെല്ലാം ഒരു ചോദ്യം, ഈ ശുക്ലം പുറത്ത് കളയണോ അകത്തിടണോ എന്നുള്ള ചോദ്യം. കാരണം ശുക്ലം അകത്ത് വിട്ടു കഴിഞ്ഞാൽ ആ സ്ത്രീകൾ ചിലപ്പോൾ ഗർഭിണികളായി പോയാലോ, അതുകൊണ്ട് അവരെ കഷ്ടപ്പെടണമെന്ന് സഹാബിമാർക്ക് പോലും വിഷമം തോന്നിയിരിക്കുന്നു. എന്നാലും എന്ത് ചെയ്തു? എന്നാ നമ്മുടെ കാമഭ്രാന്തൻ ഇരിപ്പുണ്ടല്ലോ, പ്രവാചകനാണല്ലോ, തള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകനാണല്ലോ, അപ്പൊ അവൻ അറിയിക്കുന്ന വാക്കുകളെല്ലാം മുത്തുവാക്കുകളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ കുത്തുനബിയോട് പോയി ചോദിച്ചപ്പം ആ കുത്തുനബിയിൽ നിന്ന് എങ്ങനെ മറുപടി കിട്ടും? അവന് നല്ലത് കിട്ടുവോ? എടാ അവന് സദാചാരമായ മറുപടി കിട്ടുവോ? അവൻ വെറും പിശാചും അവൻ കാമഭ്രാന്തനും ഈ ലോകത്തിന് ഏറ്റവും കൊള്ളാത്ത നികൃഷ്ടനുമായിരിക്കുന്ന അവന്റെ കയ്യിൽ നിന്ന് നല്ല മറുപടി കിട്ടുവോ? കിട്ടത്തില്ലല്ലോ. അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മറുപടി എന്താ? അകത്ത് കയറ്റി വിട്ടേരെ, എന്നിട്ട് നീയൊക്കെ വന്നേരെ. അവളുമാര് പ്രസവിച്ച് അവിടെ കിടന്നാലും കിടന്നില്ലെങ്കിൽ തള്ളാകുവിന് അറിയാമല്ലോ ലോകത്ത് എത്ര കാലം ചെയ്യും. അപ്പൊ സ്ത്രീകളെ ഇവന്മാർ എങ്ങനെയാ കാണുന്നതെന്ന് അറിയാമോ? ഇപ്പം സ്ത്രീകളെന്ന് പറയുന്നവന്മാർ കുഞ്ഞുങ്ങളെ ഇവന്മാര് കൊടുത്തോണ്ട് പോകുന്ന കുഞ്ഞുങ്ങളെയും പ്രസവിച്ചിട്ടിട്ട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി. നാണമില്ലേ ഇസ്ലാം മതത്തിൽ തൂങ്ങി നടക്കുന്ന സ്ത്രീകളെ, അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്നവന്മാരെ? നിനക്കൊക്കെ നാണമില്ലേ? നിന്നെയൊക്കെ സ്ത്രീകളായിട്ടാണ് അവന്മാര് പരിഗണിക്കുന്നത്. നിന്നെയൊക്കെ വെറും കാമവസ്തുക്കളായും ഭോഗവസ്തുക്കളായിട്ട് പോയിട്ടില്ല നിന്നെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതല്ലേ ആ മമ്മദ് കാമഭ്രാന്തൻ പറഞ്ഞിട്ട് പോയത്, കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് അങ്ങ് പോയേക്കെന്ന് പറഞ്ഞിട്ട്. ആ പാവം സ്ത്രീകൾ മുഴുവനും എന്ത് ചെയ്തു? ഇവന്റെയൊക്കെ ഇവനൊക്കെ കൊടുത്തോണ്ട് പോയ കുഞ്ഞുങ്ങളെയും ചുമന്നുകൊണ്ട് പിന്നെ അവളുമാരുടെ ജീവിതം കഷ്ടപ്പാടിന്റെയും നരകത്തിന്റെയും ജീവിതമാണ്. ഈ കുഞ്ഞുങ്ങളെ വളർത്താനും കഷ്ടപ്പെടാനും വേണ്ടിയിട്ട്. ഒരു അമ്മയുടെ വേദന ഏതവൻ കൊണ്ട് വയറ്റി കൊടുത്താലും കുഞ്ഞുങ്ങളെ കൊല്ലില്ല അവള്. ആ കുഞ്ഞിനെ കുഞ്ഞായിട്ട് കണ്ട് വളർത്തും. ഇതാണ് സ്ത്രീ എന്ന് പറയുന്നവള്. അതാണ് അവളുടെ ഗുണമെന്ന് പറയുന്നത്. അവൾ ഇന്നവൻ തന്നോണ്ട് പോയ കുഞ്ഞാണ്, അല്ലെങ്കിൽ വേറൊരുത്തൻ ബലാത്സംഗം ചെയ്തിട്ട് പോയ കുഞ്ഞാണെന്ന് നോക്കത്തില്ല. ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാലും ആ അമ്മയും പൊക്കിൾ കൂടി ബന്ധം ആ അമ്മയെ ആ കുഞ്ഞിനെ മരണം വരെയും സംരക്ഷിക്കാനേ നോക്കത്തുള്ളൂ. ആ സ്ത്രീ കാണിക്കുന്നതിന്റെ അംശം ഔദാര്യം പോലും ഈ വൃത്തികെട്ട കാമഭ്രാന്തന്മാർ കാണിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇതാണ് ഇവന്മാരുടെ മതത്തിന്റെ ക്വാളിറ്റി. നാണം കെട്ട വർഗം. എന്നിട്ടും ഈ അപ്പിക്കുപ്പായത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഈ സ്ത്രീകളെല്ലാം ഇന്നും ഇതിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കേൾക്കുമ്പോൾ, എന്നിട്ട് പലസ്തീനിൽ കിടക്കുന്ന നമ്മൾ പറയുക ഇസ്രായേൽ യുദ്ധമൊന്നും ഈ കാലത്ത് തീർക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഈ കാലത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല, ഞങ്ങൾ 24 മണിക്കൂറും ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, വർഷാവർഷം പ്രസവിച്ചിട്ട് ഞങ്ങൾ ഈ അണലിക്കുട്ടികളെയാണ് സംരക്ഷിക്കേണ്ടത്. ഇതിനാ ലോകം കിടന്ന് കരയുന്നത്. ഈ അണലി വർഗങ്ങളെ സംരക്ഷിക്കാനാ ഈ ലോകം കിടന്ന് കരയുന്നത്. ഈ അണലിക്കുട്ടികളെ മനുഷ്യനെ കടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് പ്രസവിച്ചിടുന്ന ഈ അണലിക്കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി അയ്യോ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ. തീ വെച്ച് കത്തിച്ച് കളയണം, എല്ലായിടത്തിനും ചുട്ടരിച്ച് കളയണം. ഈ ശവങ്ങൾ ഇനി എന്ത് ചെയ്യരുത്, ഭൂമുഖത്ത് ശേഷിക്കരുത്. മനുഷ്യ സമൂഹത്തിന് വലിയ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ വർഗങ്ങള്. അതിനെയാ ചെയ്യേണ്ടത്. അങ്ങനെയാ ചെയ്ത് കളയേണ്ടത്. അല്ലാതെ ഇതിനോർത്ത് കരയേണ്ടത് ദുഃഖിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു വൃത്തികെട്ട ജന്മം, ഈ പലസ്തീന്റെ ഗാസയിൽ കിടക്കുന്ന ഒരു വൃത്തികെട്ട ജന്മങ്ങളോടും എനിക്ക് മനസാക്ഷി എന്ന് പറയുന്നത് തോന്നുന്നില്ല. കാരണം തോന്നുന്നില്ല.
കാരണം അത്രത്തോളം നികൃഷ്ടന്മാരായിട്ട് ഓരോ സെക്കൻഡുകളിലും ഈ കാമഭ്രാന്തന്റെ പുസ്തകവും പിടിച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ വർഗ്ഗങ്ങളോട് എങ്ങനെയാ മനുഷ്യന് കരുണ തോന്നുന്നത്? തോന്നുന്ന എങ്ങനെയാ? കാരണം കരുണ തോന്നി അല്പം വെള്ളം കൊടുത്താൽ പോലും ഈ കൈ വെള്ളം കുടിച്ചുകൊണ്ട് ആ കൈക്ക് തന്നെ അവന്മാര് കഴുത്തിറക്കാൻ നിൽക്കുന്നവന്മാരാ. എടാ, ഇപ്പോഴും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാ. ഇവന്മാർക്ക് ഇപ്പോഴും ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാ. ഇപ്പോഴും പെട്രോളും വണ്ടി വാഹനം ഓടിക്കാനുള്ള സകല ഫ്യൂവലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാ. വാങ്ങിച്ച് കഴിച്ച് തിന്നും കുടിച്ചിട്ടും എണ്ണീറ്റ് കയറി എന്നിട്ട് പറയുകയാണ് അവന്റെ കഴുത്തിറക്കണം. 5 ഷെക്കേലേ ഉള്ളു കത്തിക്ക്. അത് വാങ്ങിച്ച് യഹൂദനെ തീർത്തു കളയണം. അവനെ എന്ത് ദ്രോഹോടാ ചെയ്ത യഹൂദൻ? എന്ത് ദ്രോഹം ചെയ്തു? അവൻ യഹൂദനായി ജനിച്ചു, അവൻ ക്രിസ്ത്യാനിയായി ജനിച്ചു. ഇത് തന്നെയാ ചെയ്ത ദ്രോഹം. ഇതാണ് മുഹമ്മദ് കാമഭ്രാന്തന്റെ പുസ്തകത്തിന്റെ ഗുണം. ഈ ലോകം മനുഷ്യൻ മനസ്സുകളിൽ മുഴുവനും, ഇസ്ലാം സമൂഹത്തിന്റെ മനസ്സിന് മുഴുവനും ക്രിസ്ത്യാനിയും യഹൂദനെയും ഹിന്ദുക്കളെയും കാഫറുകളായി കാണാൻ പറഞ്ഞു, കൊന്നൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ മതത്തിലുള്ളവർ മാത്രം ഭൂമിയിൽ ജീവിച്ചാൽ മതി എന്നുള്ള പറഞ്ഞു കൊടുത്തു. ഇതാണ് ഇവൻ ചെയ്ത മതത്തിന്റെ ഗുണമെന്ന് പറയുന്നത്. എങ്ങനെ ജീവിക്കാൻ പറ്റും ഈ വൃത്തികെട്ട സമൂഹങ്ങളുടെ ഇടയിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാരുടെ ഇടയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ? ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവന്മാരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റില്ല. അത്രത്തോളം ഇവന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തില് ആപത്തായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാരെ വളർത്തിക്കൊണ്ടിരിക്കുന്നതും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മാറിയും തിരിഞ്ഞും പ്രീണനം കൊടുത്ത് ഇമാതിരി തീവ്രവാദികളെ വീണ്ടും വളരാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൗനത്തോടിരിക്കുന്ന ഇസ്ലാമിനെ വേണം നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കാനായിട്ട്. വായ് തുറന്നു പറയുന്നവൻ അവന്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ മൗനത്തോടുകൂടി നിങ്ങളുടെ അടുത്തിരുന്ന് നിങ്ങളുടെ തോളോട് കൈയിട്ടിരിക്കുന്നവനെ വേണം വളരെ ജാഗ്രതയോടുകൂടി കാണാനായിട്ട്. അവനവന്റെ മതം പിന്തുടരുന്നവനാണോ എന്ന് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അവൻ ഇസ്ലാം മതത്തിന്റെ ചര്യകളെ എന്ത് പറയുന്ന വലിയ ഇതോടുകൂടി കാണുന്നവനും തള്ളാഹുവിന്റെ കാര്യങ്ങൾ വർണ്ണിക്കുന്നവനും ഒക്കെ ആണോ എന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അവൻ മൗനമായിരിക്കും, പക്ഷെ അവൻ തള്ളാഹു എന്ന് പറയുന്ന കാമദേവനോട് ഭയങ്കര ഇഷ്ടമുള്ളവനായിരിക്കും. മുഹമ്മദ് എന്ന് പറയുന്ന കാമഭ്രാന്തൻ അവന് മുത്തുനബി ആയിരിക്കും. ഈ 2 കാര്യങ്ങളും അവന്റെ കയ്യിലുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അവനെ സൂക്ഷിച്ചിരിക്കുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. സമൂഹത്തിൽ നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കേണ്ടതിന്. അല്ലാതെ മതസൗഹാർദ്ദം എന്നുള്ള പേരിൽ നിങ്ങളെ കുരുതിക്ക് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഉള്ള സത്യം ഉള്ളതുപോലെ ഞാൻ പറയുന്നത്. മതസൗഹാർദ്ദം എന്നുള്ള പേരിൽ അവസാനം കുരുതികളും നടക്കും നാട്ടില്. കൂടെ ഇരുന്നിട്ട് കഴുത്തും കാലും വെട്ടി മാറ്റുന്നവന്മാരാ. കൂടെ ഇരുന്നിട്ട് കുഴി പറിക്കും. കുറേശ്ശെ നിങ്ങളുടെ സാമ്പത്തികത്തെ ആയിരിക്കും ആദ്യം ഊറ്റി എടുക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികപരമായിട്ട് വളരണം എന്നുള്ള ജിഹാദാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആദ്യം ഇവർ സാമ്പത്തികത്തിൽ മുന്നിൽ നിൽക്കും, പിന്നെ നിങ്ങൾ അവരുടെ അടിമയായിട്ട് മാറുമല്ലോ. ഇല്ലാത്തവൻ അവന്റെ അടിമയായിട്ട് പിന്നെ കിടക്കേണ്ടി വരുമല്ലോ, അല്ലയോ തായേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണല്ലോ സാമ്പത്തിക ജിഹാദിന്റെ മുൻപന്തിയിൽ ഇപ്പം യൂസഫ് അലി കയറി കിടക്കുന്നത് കേരളത്തില്. നമ്പർ 1 പണക്കാരൻ യൂസഫ് അലി. യൂസഫ് അലിക്ക് എങ്ങനെയാ പണം വന്നതെന്നൊക്കെ അന്വേഷിച്ചു പോയ ഒരുപാട് വഴികൾ തിരക്കി പോകേണ്ടി വരും നമ്മള്. മനസ്സിലായോ? യൂസഫ് അലിയുടെ പണവും ഇടപാടും ഒക്കെ തിരക്കിപ്പോയ നന്മമരം എന്നൊക്കെ പേര് പറഞ്ഞ് നടക്കുന്നവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂലെന്നുള്ളതാ സത്യം. നന്മമരം എന്നൊക്കെ പേരും ഒക്കെ നടക്കും. ഇവന്മാരുടെ നന്മമരങ്ങളൊക്കെ വീഡിയോ എടുത്ത് നാട്ടുകാരെ മുഴുവനും പകർത്തും. എന്തിനാ നാട്ടുകാരെ മുഴുവൻ നീയൊക്കെ നന്മമരം എന്ന് പറഞ്ഞ് പറത്ത് നടക്കുന്ന, എന്നിട്ട് വാഴ്ത്തിപ്പാട്ടുകൾ പാടാൻ വേണ്ടി കുറെ എണ്ണത്തിനെ ഇറക്കി വിടും നന്മമരത്തെയും കാണിച്ചുകൊണ്ട്. ഈ നന്മമരം വിദേശ രാജ്യങ്ങളിൽ കിടന്ന് പണിയെടുക്കുമല്ലേ? സൗദിയിലും ദുബായിലും അറബ് രാജ്യങ്ങളിലും അല്ലേ ഈ നന്മമരം കിടക്കുന്നത്? ഏതെല്ലാം ചാരിറ്റിയുടെ പേരിൽ ഏതെല്ലാം വഴികളിലൊക്കെ ഇവന്മാർ പണം അവിടെ നിന്ന് സ്വരൂപിക്കുന്നത്, ഏതെല്ലാം കള്ളപ്പണങ്ങളാണ് ഇവന്മാരുടെ കൈവഴിക്ക് ഒഴുകിപ്പോകുന്നത് ആർക്കറിയാം? തീവ്രവാദ ഫണ്ടുകളെല്ലാം ഇവന്മാരുടെ കൈവഴിക്കാ ഒഴുകിപ്പോകുന്നത് ആർക്കറിയാം? ഇതൊക്കെ തിരക്കി പോകത്തില്ലെന്നറിയാം. കാരണം കോടിക്കണക്ക് 10,000 കോടികൾ കയ്യിൽ കിടക്കുമ്പോഴത്തേക്കും ഇത് അക്കൗണ്ട് ചെയ്ത് തിരക്കി പോകത്തില്ല. പിന്നെ അതിന്റെ അകത്തുകൂടി ഈ കള്ളപ്പണം ഒഴുകിപ്പോയാലും ആരറിയും? ആരും അറിയത്തില്ല. ഇവൻ അവൻ നന്മമരമാണെങ്കിൽ ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്തേനെ. ഈ എറണാകുളത്തിരിക്കുന്ന ലുലു മാൾ എങ്ങനെയാ അനധികൃതമായിട്ട് ഗവൺമെന്റ് സ്ഥലം കയ്യേറി ലുലു മാൾ പണിയാൻ പറ്റുന്നവൻ നല്ല മരമാണെങ്കിൽ നല്ല രീതിയിലല്ലേ ജീവിക്കേണ്ടേ? നല്ല രീതിയിലല്ലേ സ്ഥലം മേടിക്കേണ്ടത്? നല്ല ഒറിജിനൽ വില കൊടുത്തല്ലേ സ്ഥലം മേടിക്കേണ്ടത്? എന്തിനാ അപഹരിക്കാൻ നടക്കുന്നേ? കേരളത്തിന്റെ ഗവൺമെന്റ് സ്ഥലമായിരിക്കുന്ന സ്ഥലത്തെ അപഹരിച്ചുകൊണ്ട് ഇപ്പോഴും കാർ പാർക്കിങ്ങിന് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുക. നന്മമരത്തിന് എന്തിനാ ഇത്രയും കാർ പാർക്കിങ്ങിന് പിരിവ് നടത്തുന്ന? ഒരിടത്തും ഇല്ലാത്തൊരു നിയമം എന്തിനാ ഇവന്? അത് നിയമവിരുദ്ധമാണ്. അപ്പൊ നന്മമരം എന്നുള്ള പേരും വെച്ചുകൊണ്ട് 10 പേർക്ക് കൊടുത്തിട്ട് നിയമവിരുദ്ധമായ എല്ലാ വൃത്തികേടുകളും ഇവർക്ക് കാണിക്കാവുന്നതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ? നന്മമരം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട്
10 പേർക്ക് കൊടുക്കുന്ന രീതിയിൽ വീഡിയോ എടുത്ത് നാട്ടുകാരെ മുഴുവനും കാണിച്ചിട്ട് നന്മ നിരവെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്ഥാനവും മാനവും പേരും മേടിക്കും. പേരും മേടിച്ചിട്ട് കാണിച്ചു കൂട്ടുന്നത് മുഴുവനും എന്തോ തെമ്മാടിത്തരവും ചെറ്റത്തരവുക. എല്ലാ ഇല്ലീഗലുള്ള പ്രവൃത്തികളും ചെയ്തുകൊണ്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിനെയാണ് നന്മ മരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ മനുഷ്യരല്ലേ ഇത്തിരി പോലെ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാഴ്ത്തിപ്പാടുകൾ കൊണ്ട് അങ്ങ് സുഖിപ്പിച്ച് തള്ളുവല്ലേ. എല്ലാ നന്മ മരവും ഈ ഗതികേട് തന്നെയാ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും. ചാരിറ്റിയുടെ പേരിൽ നടത്തുന്നത് എല്ലാം തെമ്മാടിത്തരവും പണം അടിച്ചു മാറ്റലുവാ. ഈ വഴിക്ക് 10 കൊടുക്കും, ആ വഴിക്ക് 1000 അടിച്ചു മാറ്റും. ഇങ്ങനെയാ കോടികൾ. എത്ര കിട്ടിയാലും ഉമാർക്ക് വയറ് നിറയുവോ? 2 പെമ്മക്കളെയും പെറ്റുവെച്ചിട്ട് അവൻ വീണ്ടും 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 കോടികളിൽ മതിമറന്ന് കിടക്കാൻ വേണ്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പണത്തിനോട് ആർത്തി ഒരുത്തനും മാറില്ല, അത് ഏതവനാണെങ്കിലും. അതേതവനാണെങ്കിലും പണത്തിനോടുള്ള ആർത്തി എന്ത് ചെയ്യത്തില്ല, ഒരുത്തനും മാറിപ്പോത്തില്ല. പണം എന്ന് പറയുന്ന സാത്താനെ പിടിച്ച് സേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുത്തനും മാറിപ്പോത്തില്ല. അപ്പൊ ഈ ജിഹാദ് എങ്ങനെയാ ഉണ്ടാകുന്നത്? നന്മ മരത്തിന്റെ അവിടെ പോയി പണിയെടുക്കാൻ വേണ്ടി പോയി നിന്ന് ക്യൂ നിൽക്കുന്നവരുടെ എല്ലാം അവസ്ഥകൾ കാണും. ഇവനൊക്കെ ഇന്റർവ്യൂ വെച്ചാണോ സ്കൂളിൽ? നാണോ ഇല്ല യൂസഫ് അലിയൊക്കെ പിടിച്ച് നന്മ മരം എന്നൊക്കെ വിവരിക്കാനായിട്ട് നാണം കെട്ട മനുഷ്യര്. ഇവനൊക്കെ നന്മ മരമോ? അവന്റെ ഷോപ്പിൽ പോയിട്ട് ഇന്റർവ്യൂവിന് നടത്തുമ്പോൾ പ്രോപ്പറായിട്ടൊരു ഇന്റർവ്യൂ പോലും ഇല്ല അവന്റെ ഷോപ്പുകളിൽ. അവൻ ആളെ എടുക്കാൻ വേണ്ടി എന്തുവാ ലുലു മാളിൽ ആളെ പണിക്കാരെ ഒരു മാർക്കറ്റ് മാളുണ്ടാക്കി അതിനകത്ത് പണിക്കാരെ എടുക്കുമ്പോഴത്തേക്കും പ്രോപ്പർ നല്ലൊരു രീതിയിൽ ഇന്റർവ്യൂ പോലും ഇല്ല. അവറ്റങ്ങൾ ഇന്റർവ്യൂവിന് എന്നുള്ള പേരിൽ 10,000 കണക്ക് വരെ വിളിച്ചു വരുത്തിക്കൊണ്ട് വെയിലത്ത് നിർത്തിയിട്ട് കാട്ടിക്കൂടുന്ന തെമ്മാടിത്തരങ്ങള്. ഇതിനൊക്കെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിന്റെ രീതിയിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എല്ലാം തീവെട്ടിക്കൊള്ളകളാ. പിന്നെ എന്തുവാ ഈ നന്മ മരം ചെയ്യുന്ന നന്മ പ്രവർത്തികൾ മുഴുവനും ഗവൺമെന്റ് കൊടുക്കേണ്ട ടാക്സ് മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് അത് 10 പേർക്ക് കൊടുത്തിട്ട് അത് നാട്ടുകാരൻ വേണ്ടി സ്വന്തം പണം അപ്പോഴും കീശയിൽ കിടക്കുക. ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സുകളെല്ലാം വെട്ടിച്ചും തട്ടിച്ചും ഒക്കെയാണ് ഇവന്മാർ എന്ത് ചെയ്യുന്നത്? നാട്ടുകാരെ മുഴുവനും എന്തുവാ പറ്റിച്ച് നന്മ മരം ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് നടക്കുന്നത്. ഇതൊന്നും നാട്ടുകാർക്ക് പറയാൻ വയ്യ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അങ്ങ് ദേഷ്യം കൊണ്ട് അങ്ങ് എന്തുവാ 10 തെറി വിളിക്കാൻ വേണ്ടി വരും ഫാൻസ് അസോസിയേഷൻകാര്. എല്ലാവന്മാരും കണക്കെല്ലാം 19. ഈ ജിഹാദ് എന്ന് പറയുന്നത് വേരൂന്നി 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 വളർന്നു കിടക്കുക. നന്മ മരത്തിന്റെ ജിഹാദിന്റെ വേറൊരു വെർഷൻ നിങ്ങൾക്ക് അറിയണോ? മറുനാടൻ മലയാളി പറഞ്ഞു എന്തുവാ ഈ നന്മ മരം എന്ന് പറയുന്ന യൂസഫ് അലി എന്ന് പറയുന്ന ഇവൻ എന്തുവാ ഫുഡ് എന്തുവാ ഇന്ത്യയുടെ നിയമം ഏക സിവിൽ കോഡ് നിയമം അംഗീകരിക്കുന്ന മനുഷ്യനാണ് യൂസഫ് അലി എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഏക സിവിൽ കോഡ് നിയമം അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യും? തന്റെ മക്കൾക്കുള്ള അവകാശം തന്റെ മക്കൾക്ക് കിട്ടണമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ലീഗലി വിവാഹം കഴിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്, ലീഗലി വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു. പിന്നീട് അദ്ദേഹം അത് മറുനാടൻ മലയാളി എന്ത് ചെയ്തു? തിരുത്തുകയും ചെയ്തു. എന്തുവാ അദ്ദേഹം ലീഗലി വിവാഹം കഴിച്ചിട്ടില്ല, അയാൾ ശരീരത്ത് നിയമം അനുസരിച്ചുള്ള വിവാഹമേ അയാൾ നടത്തിയിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണ്ട, അദ്ദേഹം നിയമം ശരീരത്ത് നിയമം പാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങളൊന്നും എന്തുവാ അതിന് അദ്ദേഹത്തിന് വിലയില്ല എന്നുള്ളത് തന്നെയാണ് ഈ മറുനാടൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നന്മ മരത്തിന് മറുനാടനെ പൂട്ടണം, ഭയങ്കര മോഹം. അതുകൊണ്ട് നന്മ മരം എന്തെന്നറിയാമോ? ഇവിടെ ഒന്നും വക്കീലില്ല. നന്മ മരം എന്തുവാ ഏതെല്ലാം തരത്തിൽ പണം ഇറക്കാൻ അവന്റെ പണത്തിന്റെ കൊഴുപ്പ് കാണിച്ചുകൊണ്ട് അവൻ ഡൽഹിക്ക് പോയിരിക്കുവോ കേസും കൊണ്ട്. നാണവും മാനവും ഉണ്ടോ ഇവനൊക്കെ ഉളുപ്പുണ്ടോ? ഇവനൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തണ്ടേ സമൂഹത്തിന് മുമ്പിൽ ഇവനൊക്കെ? നന്മ മരം പോലും നന്മ മരം. എന്നിട്ട് അവൻ നടക്കുക നാട്ടിൽ നിന്ന് എളിഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ നന്മ മരവും ചവനുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ അവൻ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുക. നാണമുണ്ടോ? നട്ടലുണ്ടോ ഇവനൊക്കെ? നട്ടലെന്ന് പറയുന്ന സാധനം ഉണ്ടോ വൃത്തികെട്ട ചെറ്റകൾക്ക്? ഇവനൊക്കെ കേസ് കൊടുക്കണമെങ്കിൽ മുഖത്തോട് ഇതിനെ ഫൈറ്റ് ചെയ്യണം. അവന്റെ പണവും അവന്റെ സമ്പ്രദായം ഇതും കാണിക്കാൻ വേണ്ടിയിട്ട് ഡൽഹി വരെ കൊണ്ടുപോയിട്ട് കള്ളക്കേസ് കൊടുത്ത് ഒരുത്തിനെ അകത്താക്കാൻ നടക്കുന്നവനാ നന്മ മരം പോലും. യൂസഫ് അലി എന്ന് പറയുന്ന ആളെ കുറിച്ച് 10 കാര്യം മറുനാടൻ പറഞ്ഞൊന്നും യൂസഫ് അലിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. അദ്ദേഹത്തിന് പണം വെച്ച് അദ്ദേഹം എല്ലാം മറയ്ക്കാൻ അറിയാം. എന്നിട്ട് പോലും അവൻ എന്ത് ചെയ്യുകയാണ്? വൈരാഗ്യ ബുദ്ധി തീർക്കുകയാണ്. ഇസ്ലാം മതത്തിനെതിരെ പറഞ്ഞവന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ഡൽഹി വരെ ഓടിയിരിക്കുക, കള്ളക്കേസ് കൊടുത്തവന്റെ പണത്തിന്റെ ഇത് കൊഴുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ചെറ്റത്തരം കാണിക്കുന്നവനെ ആ നാട്ടിൽ നന്മ മരം എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത് നാട്ടുകാര്. കാരണം ഇവന്മാര് ഗവൺമെന്റിന് അടിച്ചു മാറ്റി ഉണ്ടാക്കുന്ന പൈസകളല്ലേ, ടാക്സ് കൊടുക്കാതെയും അല്ലാതെ കൊടുക്കാതെയും ലുലു മാളിൽ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് കാർ പാർക്കിംഗ് ഏരിയ, ഒരു മാള് കെട്ടിയാൽ അതിന് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് വേണം മാളിനകത്ത്. അതിനകത്തും കാർ പാർക്കിംഗ് ഏരിയയിൽ ഇവൻ പിരിക്കുന്ന കാശോ, ഇവൻ കൊടുക്കുന്ന ശമ്പളം ഏത് വകയില്ല?
ഇവന്റെ അധ്വാനത്തിന്റെ വകയിലാണോ? അല്ല, ഈ മനുഷ്യനെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശ് കൊണ്ട് ആ ശമ്പളം കൊടുക്കുന്നത്. ഇവനെയൊക്കെ മന്മമരം എന്ന് വിളിക്കുന്നത്. എടാ, ഇവന് കൊടുക്കുന്ന ശമ്പളം അതേ കാർ പാർക്കിങ്ങിൽ അവൻ അനധികൃതമായിട്ട് ആളുകളെ പിഴിഞ്ഞു മേടിക്കുന്ന കാശിന് അവൻ ശമ്പളം കൊടുക്കുക. അപ്പൊ അവന്റെ കടയിൽ നടത്തുന്ന സ്ഥാപനങ്ങളുടെ വരുമാനത്തിന്റെ എല്ലാം കൂടി എന്ത് ചെയ്യുക? അവന്റെ കയ്യിൽ കിടക്കുക പണം. ഇതിന് ചോദ്യം ചെയ്യാൻ ഒരുത്തനുമില്ല. നിയമവിരുദ്ധമായി നടത്തിയിട്ട് പോലും ഇതൊന്നും ആരും പറയാനും എടുക്കാനും ഇല്ല. ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മമരം പോകും ഡൽഹിയിലോട്ട് അവനെ പിടിച്ച് അകത്തിടാനായിട്ട്. ഷോ, കേരളം പോകുന്ന പോക്കേ. ഇവന്മാരുടെ കയ്യിൽ തീരെഴുതി കൊടുത്തിരിക്കുക കേരളത്തെ. ഏത് വൃത്തികേടുകളും തോന്നിയവാസവും നന്മമരത്തിന്റെ പേരിലും ഏത് പേരിലും ചെയ്താലും ഇവന്മാരുടെ കയ്യിൽ അങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുക നാട് മുഴുവനും. പണമുള്ളവൻ കയ്യിലുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ ജിഹാദിന്റെ ഏറ്റവും വലിയൊരു വേർഷനാ എന്ത് ചെയ്യുന്നത്? ഈ കാണുന്ന സാമ്പത്തിക ജിഹാദ് എന്ന് പറയുന്നത്. ഈ ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് ഒഴുകി വരുന്ന കള്ളപ്പണം ഏതൊക്കെ വഴിയിലാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല പ്രിയ സഹോദരങ്ങളെ. ജിഹാദിന് വേണ്ടി കേരളത്തിൽ തന്നെ ഒരുപാട് ടെററിസത്തിന് വേണ്ടിയിട്ട് പണം ഒഴുകുന്നുണ്ട്. അത് പല രീതിയിലൊക്കെയാണ് ഒഴുകുന്നത്. ഇതുപോലെ നന്മമരങ്ങളുടെ കൈകൾ വഴിക്കെല്ലാം കേരളത്തിനകത്ത് ഒഴുകുന്നുണ്ട് ജിഹാദുകളുടെ പണം. അതെല്ലാം വേറെ തരത്തിൽ ഇവർ റോളിട്ട് കളിക്കുക. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് ജിഹാദിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ എഴുതാൻ ഇതൊന്നും ചോദിക്കാനും പറയാനും തെളിവുകളൊന്നും ഇല്ലല്ലോ. ഇതെങ്ങനെ കണ്ടുപിടിക്കും ഈ തെളിവുകളൊക്കെ? കാരണം കോടികളുടെ ബിസിനസ്സിൽ മറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി മറഞ്ഞു പോയാൽ ആര് കണ്ടുപിടിക്കും ഈ തെളിവൊക്കെ? ഒരുത്തരും കണ്ടുപിടിക്കാൻ പോണില്ല. അങ്ങനെ ഇതെല്ലാം ഒരു വലിയ തന്ത്രപരമായിട്ട് നടത്തുന്ന വലിയൊരു എന്താ പറയുക നാടകക്കളിയാണ്. എന്തിനാ യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ പോയിട്ട് നന്മമരം ലുലുമാള് കെട്ടിയിട്ട് യോഗി ആദിത്യനാഥിന് സേവ ചെയ്തു പോയത്? യോഗി ആദിത്യനാഥിനോടുള്ള സ്നേഹം കൊണ്ടോ? അതോ യുപിയിലെ ജനങ്ങളോടുള്ള സ്നേഹവും കരുതലും ബഹുമാനവും കൊണ്ടോ? അതും ഒരു ജിഹാദിന്റെ ഭാഗമാണ്. ബുദ്ധിയുള്ളവർക്കത് മനസ്സിലാകും. പൊട്ടന്മാർക്ക് കുറച്ച് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാ. കാരണം എന്ത് നടന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ യു പി എ നോക്കൂ എന്ന് പറയുമ്പോൾ യു പിയിലെ യോഗി ആദിത്യനാഥുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം പിടിച്ചു വെച്ചിരിക്കുക നന്മമരം. ഇങ്ങനെ ബന്ധം പിടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങള് ഈ ബന്ധം സ്ഥാപിച്ചു വരുമ്പോഴാണല്ലോ ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയും ഉണ്ടാക്കി കൊടുക്കുന്നവർ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എടാ, യു പി എ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് യു പിയിൽ തന്നെ കൊണ്ടുപോയി നമ്മുടെ നന്മമരം എന്ത് ചെയ്തിട്ടുണ്ട്? വലിയൊരു മാള് കെട്ടി കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി എന്നിട്ട് യോഗി ആദിത്യനാഥിന്റെ മുമ്പില് നമസ്കരിച്ച് സാഷ്ടാംഗം വീണ കൊണ്ടു നടന്ന ഡ്രൈവറെ പോലെയാ ഉലകം ചുറ്റുന്നത്. അപ്പൊ ഈ നന്മമരത്തിന് ചീത്ത വിളിക്കാൻ ഒരുത്തനും ഇല്ലായിരുന്നു. അതുവല്ല മോഹൻലാലോ അതുവെല്ലാം എന്താ പറയുന്ന ഏതെങ്കിലും ഹിന്ദു നാമധാരികളായിട്ട് ഏതെങ്കിലും ഒരുത്തന അത് ചെയ്തിരുന്നെങ്കിൽ, സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരുത്തനാ ചെയ്തിരുന്നെങ്കിൽ അവനെ പച്ചയ്ക്ക് തെറി വിളിക്കും. ദാസി വേല ചെയ്തു കൊടുക്കുന്നു, അങ്ങനെ ചെയ്തു കൊടുക്കുന്നു, നാണമില്ലാത്തവൻ, മാനമില്ലാത്തവൻ, സ്വന്തം മകളെയും കൂട്ടി കൊടുക്കും വേണമെങ്കിൽ ഇവൻ പോയി എന്നൊക്കെ വേണമെങ്കിൽ പച്ചയ്ക്ക് തെറി വിളിക്കും. പക്ഷെ നന്മമരം ഡ്രൈവറിനെ പോലെ കൊണ്ടു നടന്ന് യോഗി ആദിത്യനാഥിനെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും മതേതരത്തിന്റെ സ്നേഹം കണ്ട, നമ്മുടെ നന്മമതത്തിന്റെ സ്നേഹം കണ്ട പൂത്തുലയുകയാണ്. ഇതാണ് നമ്മുടെ ഇരട്ടത്താപ്പ്. അവനിട്ട കളിസം, അവനിട്ട വള്ളി നിക്കറ്, നമ്മളിട്ട ഡ്രൗസർ എന്ന് പറയുന്നത് പോലെ. മനസ്സിലായോ നിങ്ങൾക്ക് കാര്യം? ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മതേതരത്തിന്റെ സ്നേഹവും പോക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ആളുകളെ നോക്കി കാര്യങ്ങൾ നടത്തുന്ന നമ്മുടെ ആൾക്കാരുടെ സ്നേഹവും കാരുണ്യവും. ഇപ്പം മോഹൻലാലിനെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ടിരിക്കുക. രാമക്ഷേത്രത്തിന് എങ്ങാണ്ട് മോഹൻലാലിനെ ക്ഷണിച്ചതിന്റെ പേരിൽ കൊല്ലൂന്ന് വരെ ഭീഷണി വരെ നടത്തിയിരിക്കുക. ഒന്നാലോചിച്ച് നോക്കണം. പോകാൻ പാടില്ല. ഇവർ വേണം നിശ്ചയിക്കാനായിട്ട്. അവൻ മോഹൻലാൽ എവിടെ പോകണം എവിടെ പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വേണം തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ച് മോഹൻലാൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചാണകം വാരി അടിച്ചു കളയും. മനസ്സിലായോ? മമ്മൂട്ടി എന്ന് പറയുന്ന നടന് എന്ത് തോന്നിവാസവും കാണിക്കാം. അവന് മക്കയിൽ വേണമെങ്കിൽ പോകാം, അവന് മദീനയിൽ വേണമെങ്കിൽ പോകാം, അവന് മുസ്ലിങ്ങളുടെ ഏത് പരിപാടിക്കും പങ്കെടുക്കാം, മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നിൽ നിന്ന് വേണമെങ്കിൽ എന്തും ചെയ്യാം. അപ്പോഴെല്ലാം നമുക്ക് രാജാവ്, മഹാന്. കാരണം നമ്മന്റെ മതക്കാരന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പോകുകയോ എടുക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പച്ചയ്ക്കങ്ങ് തെറി വിളിക്കും, നമ്മൾ അങ്ങ് ഭീഷണിപ്പെടുത്തും, ചാണകം വാരി അവനെ മോന്തക്കടിക്കും, പിന്നെ അവന്റെ ഇമേജ് തന്നെ മൊത്തത്തിൽ തേച്ച് ഒട്ടിക്കും എന്നൊക്കെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാടിന്റെ ഇരട്ടത്താപ്പ്. ഇതെല്ലാം ഇനിയെങ്കിലും കണ്ണു തുറന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഇനിയെങ്കിലും ജനതയ്ക്ക് ഉണ്ടാകട്ടെ.
അല്ലാതെ ഇരുട്ടത്താപ്പിൽ ജീവിച്ച് പോയാലുണ്ടല്ലോ നിങ്ങൾ വെറും കേവലം അടിമകളായിട്ട് ഇവന്മാരുടെ മുമ്പിൽ മാറൂന്നേ. നിങ്ങൾ വെറും കേവലം അടിമകളെ പോലെ ഇവന്മാരുടെ മുമ്പിൽ മാറും. ഇവന്മാർ ഏത് തരത്തിലും താളടിച്ചും കാണിക്കാൻ ഇവന്മാർക്ക് ഒരു മടിയുമില്ലെന്നേ. നിങ്ങളെയൊക്കെ മനസ്സിലായോ? ഏത് തരത്തിലും നിങ്ങളെ താറടിച്ച് കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത വർഗങ്ങളാണ് ഇവനൊക്കെ. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ബുദ്ധിയും ബോധവും ഉദിച്ചവരായി സമൂഹത്തിൽ നടക്കുന്നതും കൂടി എന്താണെന്ന് കാണാനുള്ള മനസ്സ് വെക്ക്. കേരളം മാത്രമേ ഉള്ളൂ ഇമാതിരി തെണ്ടിത്തരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ കേരളത്തിന്റെ അകത്താണ് തീവ്രവാദം പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോകത്തിൽ ഇന്ത്യക്കകത്ത് മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ പാടുപെടുന്നത്. ഇത് കുറേശ്ശെ പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടും കർണാടകയിലോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവന്മാര് തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് വിടുന്നത്, അവിടെ ഉള്ളവരെയും കൂടി. മനസ്സിലായോ? അപ്രകാരം കേരളം തീവ്രവാദികളുടെ കയ്യിൽ കിടക്കുകയാണ്. ഈ തീവ്രവാദികൾ എങ്ങനെയും നമ്മളെ എന്ത് ചെയ്യും? നാറടിക്കുവാനും ആക്ഷേപിക്കുവാനും വേണ്ടിയിട്ട് കച്ചകെട്ടി നടക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. നമ്മൾ എങ്ങനെയും തകർത്തെറിയാൻ വേണ്ടി പദ്ധതി ഇറക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ മാറിയും തിരിഞ്ഞും ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. അടുത്ത വർഷത്തെ ഇലക്ഷന് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ സ്നേഹം മൂത്ത് എന്തായാലും പെന്തക്കോസുകാരനൊന്നും എന്ത് ചെയ്യത്തില്ല, BJPക്ക് വോട്ടിട്ട് കൊടുക്കത്തില്ല. 100% അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. അത് BJPക്കാരെ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പെന്തക്കോസുകാരുടെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പെന്തക്കോസുകാരുടെ കയ്യിലിരിക്കുന്ന രാഷ്ട്രീയമൊന്നും സാധാരണപ്പെട്ട മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവന്മാരുടെ രാഷ്ട്രീയം, പെന്തക്കോസുകാരുടെ അവന്മാരുടെ രാഷ്ട്രീയ കളിയും കാരണം ഇവന്മാരുടെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നു. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകളും തിരുവേലകളൊക്കെ ചെയ്യാൻ അറിയുന്ന കൂട്ടരാണല്ലോ ഇവന്മാരെ. അപ്പൊ ഇവന്മാർക്ക് നല്ലതുപോലെ അറിയാം. ഇവന്മാർക്ക് ആരെ സുഖിപ്പിച്ച് നിർത്തിയാലാണ് ഇവന്മാർക്ക് നല്ലതുപോലെ പറ്റിച്ച് കാശുണ്ടാക്കാൻ പറ്റുന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ മാർഗമേ ഉള്ളൂ, കോൺഗ്രസ്സുകാരെ. അവരെ സുഖിപ്പിച്ച് നിർത്തിയാലേ ഇവന്മാർക്ക് കാശുണ്ടാക്കി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് പെന്തക്കോസുകാരന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അടുത്ത ഇലക്ഷനൊന്നും പെന്തക്കോസുകാരുടെ വോട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇവന്മാർ വോട്ടിട്ട് തരില്ല. നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചോണ്ട് പല്ലടിച്ചോണ്ട് ചെയ്യാ സഹോദര എന്ന് പറയുമ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, അവന്മാർ ഇട്ട് തരില്ല. നിങ്ങൾക്ക് അവന്മാരുടെ സ്വഭാവ രീതികൾ അറിയാത്തത് കൊണ്ടാണ്. അവർക്ക് ഒറ്റ കാര്യം നല്ല അവരുടെ ഇപ്പം മോസ്കുകളിൽ സംസാരം നടക്കുക. ഹിന്ദുക്കൾക്ക് അറിയാൻ പറ്റുമോ? ക്രിസ്ത്യാനിക്ക് അറിയാൻ പറ്റുമോ മോസ്കുകളിൽ എന്താണ് അവർ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്? ഇതുപോലെ തന്നെയാണ് പെന്തക്കോസ് സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. പെന്തക്കോസിനകത്ത് അവരുടെ വള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ പാച്ചർ എന്താ പറയുന്നത് അതേ വിശ്വാസി കേൾക്കത്തുള്ളൂ. പാച്ചർ പറയും പോയി കോൺഗ്രസിനെ വോട്ടിടാവൂ എന്ന് പറഞ്ഞു കൊടുത്താൽ അവന്മാർ കോൺഗ്രസിനെ പോയി വോട്ടിടത്തുള്ളൂ. പാച്ചർ പറയുന്നതിന് കവിച്ചു വെച്ചോ ബുദ്ധി ഉപയോഗിച്ചോ തലച്ചോറ് വെച്ചോ ഒന്നും ചെയ്യില്ല. ഉസ്താദുമാരെ എങ്ങനെ മദ്രസയിൽ പൊട്ടന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഇതുപോലെ ആ പാസ്റ്റർ കുറെ പൊട്ടന്മാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കവിനതൊന്നും തലച്ചോറിനും ബുദ്ധിക്കും ചിന്തിച്ച് ചെയ്യത്തില്ല. പാസ്റ്റർ പറഞ്ഞാൽ ദേവവാക്ക് വേദവാക്ക് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവന്മാരാ. അപ്പൊ പാസ്റ്ററിനറിയാം കോൺഗ്രസ് പാർട്ടിക്ക് വോട്ടിട്ട് കൊടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത പ്രാവശ്യത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് നമ്മുടെ പുട്ടടിക്കാനുള്ള പൈസകളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിലൊക്കെ അതൊക്കെ നടക്കത്തുള്ളൂ പാച്ചർക്കറിയാം. അതുകൊണ്ട് കൂട്ടമായിട്ട് ഇവന്മാരെന്ത് ചെയ്യും, കോൺഗ്രസിന് ഇട്ട് കൊടുക്കും. എന്തായാലും കേരളത്തിന്റെ കാര്യം ഒരു അട്ടപ്പുകയാ. എനിക്ക് അത്രയേ പറയാനുള്ളൂ. അടുത്ത ഇലക്ഷനും കൂടി കണ്ടു കഴിയുമ്പോഴത്തേക്കും മുക്കാൽ ഭാഗം സീറ്റും ആര് കൊണ്ടുപോയിരിക്കും? കമ്മ്യൂണിസ്റ്റും പാർട്ടിയും കൊണ്ടുപോയിരിക്കും, കോൺഗ്രസും കൊണ്ടുപോയിരിക്കും. ഇവര് മാറിയും തിരിഞ്ഞ് തന്നെ വീണ്ടും കേരളത്തിൽ വരത്തുള്ളൂ. ഇതേ കേരളത്തിൽ നടക്കത്തുള്ളൂ. കേരളം മാറി ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും പൊട്ടന്മാരായി ജീവിക്കുന്നിടത്തോളം കാലം കേരളത്തിന് മാറ്റം പ്രതീക്ഷിക്കേണ്ട. മാറ്റം പ്രതീക്ഷിക്കേണ്ട. കേരളം നിങ്ങൾ നാശിച്ച് നാറാണക്കല്ലത്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ജനിച്ച ജന്മങ്ങളായിട്ട് മാറും. അത്രയ്ക്കേ ഉള്ളൂ കേരളം. കാരണം ഇവന്മാർ കൂട്ടമായിട്ട് ഇവന്മാർക്കറിയാം, ഇവന്മാർക്ക് നാൾക്ക് നാൾ വെച്ചടി എന്ന് വെച്ച് വെച്ച പിടിച്ച് പോണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറവിലേ ഇവന്മാർക്ക് തീവ്രവാദം ചെയ്യാൻ പറ്റത്തുള്ളൂ. കോൺഗ്രസിന്റെ പറവിലും തീവ്രവാദം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവന്മാരെന്ത് ചെയ്യും, ഇവന്മാരുടെ വോട്ടുകൾ മുഴുവനും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും കൊണ്ട് കൂട്ടമായിട്ട് ഇട്ട് കൊടുക്കും. ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും ചെയ്യുന്ന പരിപാടി എന്തുവാ? ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രത്യേകിച്ചും പെന്തക്കോസുകാർ മുഴുവനും കൊണ്ടുപോയി എന്ത് ചെയ്യും, കോൺഗ്രസിന് ഇട്ട് കൊടുക്കും. പിന്നെ ഉള്ള ക്രിസ്ത്യാനിയും ഹിന്ദുവും കൂടി എന്ത് ചെയ്യും, അവന്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ച പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന് കുറച്ച് പേര് കൊണ്ട് കുത്തിക്കൊടുക്കും, കുറച്ച് പേര് കൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റിനും കുത്തിക്കൊടുക്കും. അങ്ങനെ അവർക്ക് വോട്ട് വീതം അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെയും എന്ത് ചെയ്യും സംഭവം, ഭരണപക്ഷമായിട്ട് LDFും വരും, പ്രതിപക്ഷമായിട്ട് UDFും വരും. ഇതാ ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന അടുത്തയും കഥ. ഇതിനെല്ലാം മാറ്റം വരണമെന്നുണ്ടെങ്കിൽ മഹമൂദ് YM CPM അല്ലെങ്കിൽ കോൺഗ്രസ്, അതാണ് കേരളം. പൂജാപ്പി ഇപ്പോഴും 0 തന്നെ. മുഹമ്മദ് YM
പൂജാപ്പി ഇപ്പോഴും പൂജ്യമായിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്നെപ്പോലുള്ള പൊട്ടന്മാരാണ് ഏറ്റവും കൂടുതലും കേരളത്തില്. മനസ്സിലായോ? നിന്നെപ്പോലുള്ള മദ്രസ പൊട്ടന്മാരാണ് ഏറ്റവും കൂടുതലും കേരളത്തിൽ. കാരണം ജനസംഖ്യ കൂടിയിടത്ത് നമ്മന്റെ ഭരണമല്ലേ നടക്കത്തുള്ളൂ. നമ്മന്റെ ഭരണക്കാർക്ക് ഒളിച്ചും തിരിച്ചും മറിഞ്ഞും കയറി കമ്മ്യൂണിസ്റ്റിന്റെ ഭരണത്തിൽ മറിഞ്ഞിരുന്നാലല്ലേ തീവ്രവാദം ചെയ്യാൻ പറ്റൂ. കേരളത്തിൽ സീപ്പർ സെല്ലുകൾ വളർന്നത് എന്തുകൊണ്ടാ? തീവ്രവാദം ഇത്രത്തോളം പെരുകിയത് എന്തുകൊണ്ടാ? കോഴിക്കോട്ടിൽ നമ്മൾ കൂടെ കോഴിക്കോട് ഓടുന്നത് എന്തുകൊണ്ടാ? കൊടിയും പിടിച്ചുകൊണ്ട് പലസ്തീന് വേണ്ടിയിട്ട്. BJPയുടെ കമ്മ്യൂണിസ്റ്റിന്റെ മറവിലും കോൺഗ്രസിന്റെ മറവിലും നമ്മൾ കൊടിയും പിടിച്ചുകൊണ്ട് കോഴിക്കോട്ട് ഓടുന്നതിന് വേണ്ടിയിട്ടാ? പറ. നമുക്ക് തീവ്രവാദം ചെയ്യണമെങ്കിൽ രണ്ടു കൂട്ടരെയും പിടിച്ചു നിർത്തിയാലല്ലേ പറ്റൂ. BJPയെ പിടിച്ചു നിർത്തിയാൽ തീവ്രവാദം നടക്കുമോ? നടക്കത്തില്ലല്ലോ. പിന്നെ നമ്മൾ മതേതരവും മതസൗഹാർദ്ദവും കുറച്ചെന്ത് ചെയ്യും? കച്ചവടം ചെയ്യും. നല്ല പഞ്ചസാര ഇട്ട് നല്ല വൃത്തിയോളം തേനും പഞ്ചസാരയും ഒക്കെ ഇറക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യും? മതേതരവും മതസൗഹാർദ്ദവും കച്ചവടം ചെയ്യുമ്പം കുറെ ഹിന്ദു പൊട്ടന്മാരും ക്രിസ്ത്യാനി പൊട്ടന്മാരും കൂടി ചേർന്ന് എന്ത് ചെയ്യും? കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും കൂടി ഇട്ട് തരും. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് തീവ്രവാദം വളർത്താമല്ലോ കേരളത്തിൽ ഭയങ്കരമായിട്ട്. അങ്ങനെ വലിയൊരു കൃഷിപ്പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ മറ്റ് എന്തുവാ വളർച്ചയൊന്നും ഇല്ലെങ്കിൽ പോലും തീവ്രവാദം നന്നായിട്ട് കൃഷി പച്ചപിടിച്ച് വളരുന്നുണ്ട്. തീവ്രവാദ കൃഷി അതിന് നല്ലപോലെ വളം കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും നല്ലതുപോലെ വളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. വളർന്നോ കാടേറി വളർന്നോ. നിങ്ങളെ വെച്ച് വേണം ഞങ്ങൾക്ക് ഖജനാവിൽ നിന്ന് കൈയിട്ട് വരാനായിട്ട്. ഞങ്ങൾക്ക് ഭരണം കിട്ടണം, ഖജനാവിൽ നിന്ന് കൈയിട്ട് വരണം. ഇത് തന്നെയുള്ളൂ കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെയും ലക്ഷ്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ലക്ഷ്യം. അല്ലാതെ കേരളം രക്ഷപ്പെടണമെന്നൊന്നും അല്ലല്ലോ താല്പര്യം. കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെടണമെന്നോ കേരളം രക്ഷപ്പെടണമെന്നോ മാറി തിരിഞ്ഞ താല്പര്യമൊന്നും ഇല്ലല്ലോ അവർക്ക്. എങ്ങനെയെങ്കിലും വോട്ടിട്ട് കൈയിട്ട് വാരി നമ്മൾ എന്ത് ചെയ്യും? കേരളത്തിൽ നശിപ്പിച്ച് നാറാണക്കല്ലത്ത് എടുപ്പിക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് BJP എന്തുവാ BJP പൂജ്യമായാലും BJPയുടെ ശക്തി ഇപ്പോഴും തെളിയിക്കുന്നുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്, കേട്ടുണ്ടോ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നമ്മുടെ പിണറായി എന്ന് പറയുന്ന പിണുങ്ങാണ്ടി നവകേരള സദസ്സിന്റെ ബസ്സും തൂക്കി പിടിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും കയറി ചെന്നിട്ട് എന്ത് നടത്തിക്കൊണ്ടിരുന്നു? അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കില്ലായിരുന്നോ? DYFIക്കാരെയും വെച്ച് ഓരോ ജില്ലകളിൽ കിടന്നപ്പോഴും. കാസർഗോഡ് കടന്നു രക്ഷാപ്രവർത്തനം, കോഴിക്കോട് രക്ഷാപ്രവർത്തനം, കണ്ണൂർ രക്ഷാപ്രവർത്തനം, വയനാട് രക്ഷാപ്രവർത്തനം. എല്ലാം വയനാട്ടിൽ പോയായിരുന്നോ? എല്ലായിടത്തും രക്ഷാപ്രവർത്തനം അങ്ങ് കയറി ഇറങ്ങി നരങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയതല്ലേ. അപ്പൊ എല്ലാ പ്രവർത്തനത്തിനടുത്തും രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴത്തേക്കും കൊല്ലത്തെത്തിയപ്പോഴത്തേക്കും കൊല്ലത്ത് യുവമോർച്ച പിള്ളേരുണ്ട്, കുറച്ച് ഇരട്ടച്ചങ്കൻ ഉള്ള പിള്ളേര്. പരട്ടച്ചങ്കന്റെ നാട്ടിൽ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇരട്ടച്ചങ്കുള്ള പിള്ളേർ, യുവമോർച്ച പിള്ളേരുണ്ടായിരുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊരു ചൊല്ലുണ്ട്. അത് കണക്ക് വെച്ച് ചാമ്പി കൊടുത്തു രക്ഷാപ്രവർത്തനം, തിരിച്ചങ്ങ് കൊടുത്തു. ഉശിരുള്ള പിള്ളേർ നാട്ടിലുണ്ടെന്നേ. അത് പ്രത്യേകിച്ചും കൊല്ലത്തുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഭിമാനമാ. മനസ്സിലായോ? കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്ന് മാത്രമല്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പം അതൊരു അഭിമാനം തന്നെയാണ്. മനസ്സിലായോ? അതുകൊണ്ട് നല്ലതുപോലെ രക്ഷാപ്രവർത്തനം നടത്തി കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം മനസ്സിലായി, അയ്യോ ഇത് കേരളം തന്നെയാണ്. കേരളത്തിൽ ഇപ്പോഴും എന്തില്ല, നമ്മന്റെ ആൾക്കാരുടെ ഭാഗത്താവുമ്പോഴത്തേക്കും നമ്മന്റെ ആൾക്കാരാണല്ലോ രക്ഷാപ്രവർത്തനമായിട്ട് ഇറങ്ങുന്നത്. DYFIയുടെ പേരിലും SFIയുടെ പേരിലും ഒക്കെ. സുഡാപ്പിക്കുട്ടികളല്ലേ അവിടെ കിടക്കുന്നത് മുഴുവനും. DYFIയുടെയും SFIയുടെ പേരിലും ഒക്കെ കിടക്കുന്ന ആരാടാ? സുടുക്കുഞ്ഞുങ്ങള് അവിടെ കിടക്കുന്നത് മുഴുവനും അങ്ങ് വടക്ക്. മനസ്സിലായോ? അങ്ങ് വടക്ക് കിടക്കുന്നത് മുഴുവനും നമ്മുടെ BJP എന്തുവാ സുടുക്കുഞ്ഞുങ്ങളല്ലേ. കണ്ട പോപ്പുലർ ഫ്രണ്ടും SDP എല്ലാം കൂടി കയറി എവിടെ കയറി ഒളിഞ്ഞു? SFIക്കകത്തും DYFIക്കകത്തും കയറി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ നാട്ടുകാരുടെ അടുത്ത് മുഴുവനും. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് കൊല്ലത്ത് വന്നപ്പോൾ പറഞ്ഞില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാ എന്തുവാ പിണുങ്ങാണ്ടിക്ക് മനസ്സിലായത് ഞാൻ കേരളത്തിലാ, ഞാൻ സൗദി അറേബ്യയിലല്ല എന്നുള്ള ബോധം വന്നത്. ഞാൻ ഇന്ത്യക്കകത്തുള്ള കേരളത്തിലാണെന്നുള്ള ബോധം പിണുങ്ങാണ്ടിക്ക് വന്നത് അപ്പോഴാണ്. അതുവരയ്ക്കും വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ രാജാവാണ്, ഞാൻ മമ്മദ് കാമഭ്രാന്തന്റെ സഹാവിയാണ്, മമ്മദ് കാമഭ്രാന്തൻ എനിക്ക് നാട് ഭരിക്കാൻ തന്നിരിക്കുകയാണ്, എന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആണ്, മമ്മദ് കാമഭ്രാന്തന്റെ അതേ പേരുള്ളവനാണ് മരുമകൻ മമ്മദ് റിയാസ്. അപ്പൊ എന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആണ്, ഞാൻ സൗദിയിലാണ്, ഞാൻ ഖത്തറിലാണ്, ശരീഅത്ത് നിയമമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്, രായാവിടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്തത്? വീശിക്കൊണ്ട് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഏതൊരു ദിവാസ്വപ്നത്തിലിരുന്ന് വരികയായിരുന്നു. ബസ്സിനകത്തിരുന്ന് ദിവാസ്വപ്നവും കണ്ടിരുന്നിട്ട് മദീനയിലൂടെയും മക്ക നമ്മുടെ ബുറാക്കിനകത്ത് കയറി നമ്മുടെ മമ്മദ് കാമഭ്രാന്തൻ ജെറുസലേം ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നില്ലേ? ബുറാക്കിൽ കയറി. ഇതുപോലെ
നവകേരള ബസ് എന്ന് പറയുന്ന കക്കൂസ് ബസ്സിനകത്തും കയറി നടക്കുകയായിരുന്നു. ആര്? മുഹമ്മദ് കാമഭ്രാന്തന്റെ മരുമോന്റെ മുഹമ്മദ് റിയാസിന്റെ കൂടെ നടക്കുക. അപ്പൊ അങ്ങനെ നടന്നപ്പോഴത്തേക്കും വിചാരിച്ചത് എന്തുവാ, ഞാനിത് ഏതോ ഒരു സൗദി രാജ്യത്തിലാണ്, ഞാൻ ഹയാമാണ്, ഞാനാണ് ഇവിടുത്തെ ഖലീഫ എന്നൊക്കെ വിചാരിച്ചോണ്ട് ഇങ്ങനെ വന്ന് ദിവാസ്വപ്നം കണ്ട് കൊല്ലം ചവിട്ടിയപ്പോഴാണ് അറിഞ്ഞത്, പെട്ടെന്ന് ഉണർന്നത്. കാരണം എന്താ, കൊല്ലത്ത് അവിടെ ഇരട്ടച്ചങ്കന്മാരെല്ലാം വെയിറ്റ് ചെയ്യുകയായിരുന്നു, പുലിക്കുട്ടികളെല്ലാം അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലൊരു രക്ഷാപ്രവർത്തനം നടത്തി കണ്ടം വഴി എല്ലാം ഓടിച്ചപ്പം അവിടുന്ന് ഓടി എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു പോയി. അപ്പൊ കൊല്ലത്തെ ഇരട്ടച്ചങ്കം പിള്ളേരെല്ലാം കയറി രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴത്തേക്കും നാട്ടുകാർ മുഴുവനും എന്ത് ചെയ്തു, കൈയടിക്കാൻ തുടങ്ങി. മനസ്സിലായോ? നാട്ടുകാര് പിന്നെ എന്ത് ചെയ്തില്ല, ഇവന് 2 കിട്ടിയപ്പോ തന്നെ അത് കോൺഗ്രസ്സുകാരടക്കം കൈയടിച്ചു കൊടുത്തു. കോൺഗ്രസ്സുകാരടക്കം പറഞ്ഞു എന്തായാലും ഇവന് കൊടുത്തല്ലോ 2 കാര്യവായ്പ്. അപ്പോഴത്തേക്കും നമ്മുടെ VD സതീശനും കൂട്ടരും ഒക്കെ അയ്യോ അങ്ങനെ നമ്മുടെ ഗോൾ പോസ്റ്റിനകത്ത് ആരടിച്ചോണ്ട് പോകരുത്, ഗോൾ അടിച്ചോണ്ട് പോകരുത്. ആര്? ഇവരടിച്ചോണ്ട് പോകരുത്. BJPക്കാർ അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വോട്ടൊക്കെ ചിലപ്പം കുറച്ച് പോയി കഴിഞ്ഞാൽ ഗോൾ പോസ്റ്റ് അപ്പൊ നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാൻ ബലിയാടാക്കി കൊടുത്തേക്കാം എന്ന് കരുതിയിട്ട് തിരുവനന്തപുരത്തൊക്കെ എന്ത് ചെയ്തു, ആളെ ഇറക്കിയിട്ട് സമരവുമായിട്ട് രംഗത്ത് പോവുക. സെക്രട്ടറി നമുക്കും ശക്തിയുണ്ട് കരുത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കണ്ടം വഴി ഓടേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടുന്ന് കണ്ടം വഴി ഓടേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നടക്കുന്നതെന്ന് വേണം പറയുവാനായിട്ട്. അപ്പം നമ്മുടെ നാട്ടില് ഇനി രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പ്രവചിക്കാൻ പറ്റില്ല നമ്മുടെ നാടിന്റെ രക്ഷയെ. ഒരിക്കലും രക്ഷ എന്ന് പറയുന്നൊരു സംഭവം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് ജനാധിപത്യ രാജ്യത്തിൽ നിന്നുള്ള ബോധത്തിൽ വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ BJPക്ക് അല്പമെങ്കിലും എന്ത് ചെയ്യണം, അവിടെ അധികാരം ഉണ്ടായിരിക്കണം. BJPക്ക് അധികാരമില്ലാതിരുന്നിട്ട് പോലും അവിടെ എന്ത് ചെയ്തു, യുവമോർച്ച പിള്ളേരെന്ത് ചെയ്തു, രംഗത്തിറങ്ങിയപ്പോ കണ്ടം വഴി രക്ഷാപ്രവർത്തനക്കാരെല്ലാം ഓടിക്കളഞ്ഞു. മനസ്സിലായോ? തൊട്ടാൽ വിവരം അറിയും. അതുകൊണ്ടാണ് പോലീസുകാരും തൊടാത്തത്, ആരും തൊടാത്തത്. തെരുവിലിറങ്ങി വരെ എന്ത് ചെയ്തു, അവര് കരിങ്കൊടിയൊക്കെ കാണിച്ചു. അവരെ ഒന്നും പിടിച്ചിട്ട് അകത്തിട്ടതായിട്ടോ അവരെ ഒന്നും പിടിച്ച് കൊട്ടിക്കൊടുത്തതായിട്ടോ ഒന്നും നമ്മൾ കണ്ടില്ല. കാരണം എന്താ, പിണറായിക്ക് അറിയാം തൊട്ടാൽ എവിടെ തൊട്ടാൽ വിവരം അറിയും എന്നുള്ളത് അറിയാം. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസിനെ എല്ലാത്തിനെ എന്നെ ചാമ്പി കൊണ്ടുപോയിട്ട് അകത്തിട്ട് തൂത്തുവാരി നിലത്തടിച്ചാലും ചോദിക്കാനും പറയാനും ഒരുത്തനും വരൂല്ല. കാരണം ഒരു പപ്പുമോൻ എന്ന് പറയുന്ന ഒരു അപ്പിമോൻ അവിടെ കിടപ്പുണ്ട്, അവനൊരു ഗുണവും ഇല്ലെന്നുള്ളത് എല്ലാവർക്കും നല്ല വൃത്തിയാണ് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കേരളം രക്ഷപ്പെടണമെങ്കിൽ അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചാൽ രക്ഷപ്പെടും. ഈ മരമണ്ടന്മാർ കൊണ്ടുപോയി നിങ്ങൾ വിനിയും കൊണ്ടുപോയി നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ പവറും ഒക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ കാര്യം കട്ടപ്പോകുകയാ. അതുകൊണ്ട് സൂക്ഷിച്ച് ബുദ്ധിയെ ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചെയ്താൽ കഴിഞ്ഞ നിങ്ങൾക്ക് കൊള്ളാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇസ്രായേലിലാണ്. അതുകൊണ്ട് എനിക്കിതൊരു വിഷയമല്ല. ഞാനിവിടെ ദൈവകൃപയാൽ സേഫാണ്. അതുകൊണ്ട് എന്താ പറയാ, ബുദ്ധിയുള്ളവരായി നിങ്ങൾക്ക് നാട്ടിൽ ജീവിക്കണോ, ഈ കാമഭ്രാന്തന്മാരുടെ ഇടയിൽ നിന്നൊക്കെ ജീവിച്ച് രക്ഷപ്പെടണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചും കണ്ടും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഞാൻ സമയം നോക്കട്ടെ. അയ്യോ, എന്റെ സമയം കഴിയാറായി. ഞാൻ വേഗം പോട്ടെ. ബൈ 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 ബൈ.